എൻ്റെ പേര് റെൻസി എന്നാണ്. ഞാനൊരു 6-7 വർഷമായിട്ട് കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അക്കൗണ്ടിങ്ങും ബാങ്കിങ്ങും റീസണിങ്ങും ആണ് എൻ്റെ സബ്ജക്ട്സ്. ഓക്കെ, നമുക്കിപ്പോൾ JCIയിൽ അക്കൗണ്ടിങ്ങും റീസണിങ്ങും ഇല്ല, ബാങ്കിങ് ആണുള്ളത് കൊണ്ട് നമ്മൾ JCIയുടെ ബാങ്കിങ് മാത്രം എക്സ്ക്ലൂസീവ് ക്ലാസ് ആണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇതിന് ശേഷം JCI കഴിഞ്ഞാൽ നമ്മൾ CSEB, കേരള ബാങ്ക് പോലുള്ള കോഴ്സുകളൊക്കെ എന്ത് ചെയ്യും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്താൽ മതി, എൻക്വയറി നടത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സർഫാസി ആക്ട് ആൻഡ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ഓക്കെ, അപ്പം സർഫാസി ആക്ട് എന്ന് പറയുന്നത് ബാങ്കിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. ഓക്കെ, ഒരുപാട് രീതിയിൽ പലതരത്തിൽ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ആക്ടിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, എക്സാംസിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. സർഫാസി ആക്ട് എന്ന് പറയുമ്പോൾ സർഫാസി ആക്ട് ഈസ് റിലേറ്റഡ് ടു NPA. NPA എന്ന് പറഞ്ഞാൽ എന്താ, നോൺ പെർഫോമിംഗ് അസറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് സർഫാസി ആക്ട്, എന്നാണ് സർഫാസി ആക്ട് നിലവിൽ വന്നത്, എന്തൊക്കെയാണ് സർഫാസി ആക്ടിന് അണ്ടറിൽ വരുന്ന പ്രൊവിഷൻസ്. ഓക്കെ, ഈ ഒരു ആക്ട് പ്രകാരം ബാങ്കിന് എന്ത് റൈറ്റ് ആണ് കിട്ടുന്നത്, അതുപോലെ തന്നെ ഈ ഒരു റൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക്സിന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു ആക്ട് അപ്ലിക്കബിൾ ആവാത്തത് ഏതെല്ലാം സിറ്റുവേഷൻസിലാണ്. ഓക്കെ, പിന്നെ നോൺ പെർഫോമിംഗ് അസറ്റ് എന്താണ്, നോൺ പെർഫോമിംഗ് അസറ്റ് എന്തൊക്കെയാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് നോൺ പെർഫോമിംഗ് അസറ്റ്. അതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് അസറ്റ് വരും, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ദെൻ ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. ഓക്കെ, ഇങ്ങനെയുള്ള ടൈപ്സ് ഓഫ് അസറ്റ് വരും. ദെൻ അതുപോലെ തന്നെ SMA 1, SMA 0, SMA 2 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ NPA. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ബാങ്കിന് നോൺ പെർഫോമിംഗ് അസറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, എത്ര ശതമാനമാണ് പ്രൊവിഷൻ, പ്രൊഡൻഷ്യൽ നോംസ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആണ്. നമുക്കറിയാം സർഫാസി ആക്ട് ഈസ് റിലേറ്റഡ് ടു NPA. ഓക്കെ, സർഫാസി ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കണം. സർഫാസി ആക്ട് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. ഓക്കെ, വർഷം 2002. ഇപ്പൊ 2002 വന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള 2 ആക്ടുകളാണ്. ഒന്ന് സർഫാസി ആക്ടും മറ്റൊന്ന് ഏതാണ്, 2002 വന്ന വേറൊരു ഇമ്പോർട്ടന്റ് ആക്ട് ഏതാന്ന് പറഞ്ഞേ, PML ആക്ട്. ഓക്കെ, PML ആക്ട് ആണ് വന്നിട്ടുള്ളത്. KYC ഗൈഡ് ലൈൻസ് 2002 ആണ്. അപ്പോൾ 2002 വന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള ബാങ്കിങ്ങിലെ 2 ടോപ്പിക്സ് ആണ്, 2 ആക്ടുകളാണ്, സർഫാസി ആക്ടും PML ആക്ടും. PML ആക്ട് എന്താണ്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ആണ്. ഓക്കെ, AML റിലേറ്റഡ് ആയിട്ട്, ആന്റി മണി ലോണ്ടറിങ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ആക്ട് ആണ്. അപ്പം ഈ 2002 വന്ന 2 ആക്ട്സിലെ മെയിൻ ആയിട്ടുള്ള ഒരു ആക്ട് ആണ് സർഫാസി ആക്ട്. സർഫാസി ആക്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. കാരണം നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, NPA, ക്ലാസിഫിക്കേഷൻ ഓഫ് NPA പ്രൊവിഷൻസ്, സർഫാസി ആക്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ടേംസ് അത് റിലേറ്റഡ് ആയിട്ട് സിലബസിൽ തന്നതുകൊണ്ട് നല്ല രീതിക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് ഡീപ്പായിട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പം അതിന്റെ മുഴുവൻ ടോപ്പിക്ക് നമുക്കിപ്പോൾ ഒരു 1 hourൽ പറയാൻ പറ്റില്ല. പക്ഷെ അതിൽ മേജർ ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് നോക്കാം. ഓക്കെ, NPA എന്താണ്, NPAയുടെ ക്ലാസിഫിക്കേഷൻസ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്ക് സർഫാസി ആക്ടിലേക്ക് പോകുന്നത് നല്ലത്. ഓക്കെ, അപ്പോൾ എന്താണ് NPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, NPA എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്തറിയണം, അസറ്റ് എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ അസറ്റ് എന്നുള്ള ടേം നമ്മൾ സാധാരണ കൂടുതലും പറയുന്നത് റിലേറ്റഡ് ടു ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം അക്കൗണ്ടിങ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ടേമാണ് എന്ത്, അസറ്റ് അല്ലെ. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്, ഇങ്ങനെയുള്ള ടേംസ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അക്കൗണ്ടിങ് പഠിക്കുന്ന സമയത്താണ്. ബാങ്കിങ്ങിൽ അസറ്റ് വരാനുള്ള കാരണം ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ബാങ്കുകളുടെ എന്താ പറയുക, ബാങ്കുകളുടെ അസറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ബാങ്കുകളുടെ അസറ്റ് എന്താണ്, ബാങ്കുകളുടെ അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, അത് പഠിക്കുമ്പോഴാണ് നമുക്ക് NPA എന്നുള്ള ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ എന്താണ് ബാങ്കിന്റെ അസറ്റ്? ബാങ്കിന് 2 പ്രൈമറി ഫങ്ഷൻസ് ആണുള്ളത്, ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണി. ഓക്കെ, ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബാങ്കുകൾ എന്ത് ചെയ്യുന്നു, പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും എമൗണ്ട് കളക്ട് ചെയ്യുന്നു. ഓക്കെ, അവരുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഈ എമൗണ്ട് എടുത്തിട്ട് മറ്റുള്ള ആളുകൾക്ക്, ക്യാഷ് ആവശ്യമുള്ള ആളുകൾക്ക്, ബോറോവേഴ്സിന് ഈ എമൗണ്ട് ലെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പ്രൈമറി ഫങ്ഷൻസ്. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഇപ്പം നമ്മൾ ബാങ്കിൽ പോയിട്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് തരുന്നത് ബാങ്കിന്റെ സ്വന്തം ക്യാഷ് അല്ല, അത് ആരുടെ ക്യാഷാണ്, ഡെപ്പോസിറ്റേഴ്സിന്റെ ക്യാഷാണ്. അപ്പോൾ ഈ സമയത്താണ് ഏത് വരുന്നത്,
അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പൊ ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കുകളുടെ ലയബിലിറ്റി ആണ് എന്ത്? ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ബാങ്ക് സ്വീകരിച്ചിട്ടുള്ള എല്ലാ ഫണ്ടും ബാങ്ക് എന്ത് ചെയ്യണം? അവർ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് തിരിച്ചു കൊടുക്കണം. ഓക്കെ, ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഡിമാൻഡ് ചെയ്യുമ്പോൾ തിരിച്ചു കൊടുക്കണം. ടേം ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഫിക്സഡ് ടേം കഴിയുന്ന സമയത്ത് തിരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ ബാങ്കിനെ സംബന്ധിച്ച് ഇതൊരു ലയബിലിറ്റി ആണ്. ഡെപ്പോസിറ്റിന്റെ സമയത്ത് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്താ റിലേഷൻഷിപ്പ്? ബാങ്കർ ഡെപ്റ്ററും കസ്റ്റമർ ക്രെഡിറ്ററുമാണ്. അപ്പൊ കസ്റ്റമറിന് ബാങ്ക് ക്യാഷ് കൊടുക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാ ഡെപ്പോസിറ്റ്സും എന്തായിരിക്കും? ലയബിലിറ്റീസ് ആയിരിക്കും. അതേസമയം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഡെപ്പോസിറ്റ്സിൽ മെയിൻ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഫിക്സഡ് വരും, ദെൻ കറന്റ് വരും, സേവിങ്സ് വരും, റെക്കറിങ് വരും. ഇത് നാലുമാണ് കോമൺ ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സ്. നമ്മുടെ സിലബസിൽ ഈ 4 ഡെപ്പോസിറ്റ്സ് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, BSBDA പറഞ്ഞിട്ടുണ്ട്, ദെൻ അതുപോലെ തന്നെ കാസ പറഞ്ഞിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഒക്കെ നമുക്ക് അറിയണം. ദെൻ നെക്സ്റ്റ് ലെൻഡിങ് മണിയാണ്. ഓക്കെ, അപ്പം ബാങ്കിനെ സംബന്ധിച്ച് ലയബിലിറ്റി ആണ് ഡെപ്പോസിറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അസറ്റ് എന്താണ്? അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ്. ഓക്കെ, ബാങ്ക് 4 രീതിയിലാണ് എമൗണ്ട് ലെൻഡ് ചെയ്യുക. ഒന്ന് ലോൺസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോൺസ്, പല രീതിയിലുള്ള ലോൺസ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ലോൺ എല്ലാം എന്താ ചെയ്യുന്നത്? ബാങ്ക് കസ്റ്റമറിന് ക്യാഷ് കൊടുക്കുന്നു. അപ്പൊ കസ്റ്റമറിന് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പൊ കസ്റ്റമർ ഡെപ്റ്റർ ആണ്, ബാങ്കർ ക്രെഡിറ്റർ ആണ്. റിലേഷൻഷിപ്പ് എന്താ? റിലേഷൻഷിപ്പ് ക്രെഡിറ്റർ ഡെപ്റ്റർ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, അപ്പം ഈ ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്നൊക്കെ പറയുന്നത് 4 രീതിയിലാണ് കൊടുക്കുക നമ്മൾ പറഞ്ഞു. ഒന്ന് ലോൺ ആണ്, 2 ഓവർ ഡ്രാഫ്റ്റ്, ഓക്കെ, 3 ക്യാഷ് ക്രെഡിറ്റ്, ആൻഡ് 4th വൺ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. ഇങ്ങനെ 4 രീതിയിലാണ് നമ്മൾ എമൗണ്ട് ലെൻഡ് ചെയ്യുക. ഇങ്ങനെ ലെൻഡ് ചെയ്യുന്ന സമയത്തെല്ലാം ഈ പറയുന്ന എല്ലാ ഐറ്റംസും ബാങ്കിനെ സംബന്ധിച്ച് എന്താണ്? അസറ്റ്സ് ആണ്. ഓക്കെ, ഈ ലോൺസ് ആൻഡ് അഡ്വാൻസ് മുകളിലൊക്കെ അവർക്ക് എമൗണ്ട് തിരിച്ച് കിട്ടാനുള്ളതാണ്. സോ ദ മണി ദാറ്റ് എ ബാങ്ക് ലെൻഡ് ഇസ് ദ മണി ഡെപ്പോസിറ്റഡ് ബൈ വേരിയസ് ഡെപ്പോസിറ്റേഴ്സ്. അപ്പോൾ പലതരത്തിലുള്ള ഡെപ്പോസിറ്റേഴ്സ് പല ഡെപ്പോസിറ്റുകളിൽ അല്ലെങ്കിൽ പല അക്കൗണ്ടുകളിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എടുത്തിട്ടാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്? ബോറോവേഴ്സിന് ലെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ സമയത്ത് ബോറോവേഴ്സിന്റെ കയ്യിൽ നിന്നും എമൗണ്ട് കിട്ടാതിരിക്കാനുള്ള ഒരു റിസ്ക് ആർക്കുണ്ട്? ബാങ്കിനുണ്ട്. ഈ റിസ്കിനെയാണ് നമ്മൾ എന്ത് പറയാം? ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് നോൺ പെർഫോമിംഗ് അസറ്റ് റിലേറ്റഡ് ആയിട്ട് ജസ്റ്റ് അറിയണ്ടേ. അപ്പൊ നോൺ പെർഫോമിംഗ് അസറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടേം ആണ് പ്രുഡൻഷ്യൽ നോംസ്. എന്താണ് പ്രുഡൻഷ്യൽ നോംസ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, പ്രുഡൻഷ്യൽ നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ സെറ്റ് ഓഫ് റെസ്ട്രിക്ഷൻസ് ആൻഡ് ലിമിറ്റ്സ് ഇമ്പോസ്ഡ് ഓൺ ബാങ്ക്സ് ടു എൻഷുർ സ്റ്റെബിലിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ്, ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഡെപ്പോസിറ്റ് എടുത്തിട്ടാണ് ബാങ്ക് എന്ത് ചെയ്തത്? ലോൺസ് ആൻഡ് അഡ്വാൻസ് പ്രൊവൈഡ് ചെയ്തത്. പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡെപ്പോസിറ്റേഴ്സിന്റെ ഇക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത ഉണ്ട്. ആരൊക്കെയാണോ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ക്യാഷ് പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത ആർക്കുണ്ട്? ബാങ്കുകൾക്കുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള റൂൾസിനെയാണ് അല്ലെങ്കിൽ നോംസിനെയാണ് നമ്മൾ എന്ത് പറയാം? പ്രുഡൻഷ്യൽ നോംസ് എന്ന് പറയാം. സോ പ്രുഡൻഷ്യൽ നോംസ് എന്താന്ന് നോക്കാം. പ്രുഡൻഷ്യൽ നോംസ് ആർ സെറ്റ് ഓഫ് റെസ്ട്രിക്ഷൻസ് and limits imposed on banks to ensure stability and protection of economic interest of depositors. ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളുടെ സാമ്പത്തിക താല്പര്യം, ഇക്കണോമിക് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, ഈ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള റെസ്ട്രിക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രുഡൻഷ്യൽ നോംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ NPA നോംസ് വിച്ച് ആർ ഓൾസോ കോൾഡ് പ്രുഡൻഷ്യൽ നോംസ് ഓർ ഇറാക് നോംസ് എന്നും പറയും. ഓക്കെ, IRAC. അപ്പൊ 3 പേരുകളാണ് വരുന്നത്. ഒന്ന് NPA നോംസ്, 2 പ്രുഡൻഷ്യൽ നോംസ്, 3 ഇറാക് നോംസ്, IRAC നോംസ്. ഓക്കെ, എന്താന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. അപ്പം ദീസ് ആർ ദ ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ RBI. RBI ഇഷ്യൂ ചെയ്തിട്ടുള്ള സെർട്ടൈൻ ഗൈഡ് ലൈൻസ് ആണ് എന്ത്? പ്രുഡൻഷ്യൽ നോംസ്. ഓക്കെ, അപ്പൊ പ്രുഡൻഷ്യൽ നോംസ് നമ്മുടെ JCA സിലബസിന്റെ ഭാഗമാണ്. അപ്പൊ എന്താ പ്രുഡൻഷ്യൽ നോംസ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് സെർട്ടൈൻ ഗൈഡ് ലൈൻസ് ആണ് വിച്ച് ആർ ഇഷ്യൂഡ് ബൈ RBI. ഓക്കെ, എന്താ ഇതിനകത്ത് പറയുന്നത്? ഡെപ്പോസിറ്റേഴ്സിന്റെ ഇക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സെർട്ടൈൻ റെസ്ട്രിക്ഷൻസ് ആൻഡ് ലിമിറ്റ്സ്. ഓക്കെ, ബാങ്കുകളുടെ മുകളിൽ ചുമത്തിയിട്ടുള്ള ചില റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ചില ലിമിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രുഡൻഷ്യൽ നോംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ എന്തും കൂടെ പറയും? NPA നോംസ് എന്നും പറയും,
IRAC നോംസ് എന്നും പറയും. ഓക്കെ, ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? RBI ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ഈ പ്രൊഡൻഷ്യൽ നോംസിന്റെ ബേസിസിൽ നമ്മൾ അസറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ബാങ്കുകളുടെ അസറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബാങ്കുകളുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഓക്കെ, ബാങ്കിന് കിട്ടാനുള്ള ഡിഫറെന്റ് ലോൺസ് ആൻഡ് അഡ്വാൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസറ്റ്സ് എന്ന് പറയുന്നത്. ഈ പ്രൊഡൻഷ്യൽ നോംസിന്റെ ബേസിസിൽ രണ്ട് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഇൻകം റെക്കഗ്നിഷൻ ആൻഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ. ഇതാണ് IRAC. നേരത്തെ നമ്മൾ പറഞ്ഞു NPA നോംസിനെ അല്ലെങ്കിൽ പ്രൊഡൻഷ്യൽ നോംസിനെ നമ്മൾ എന്തും കൂടെ പറയും എന്ന് പറഞ്ഞു? IRAC നോംസ് എന്നും കൂടെ പറയും. ഓക്കെ, ഇതാണ് IRAC എന്ന് പറഞ്ഞാൽ ഇൻകം റെക്കഗ്നിഷൻ ആൻഡ് അസറ്റ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ഈ IRACയുടെ ഭാഗമായിട്ട് രണ്ട് രീതിയിലുള്ള അസറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പ്രൊഡൻഷ്യൽ നോംസിന്റെ ബേസിസിൽ രണ്ട് രീതിയിൽ നമ്മൾ അസറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് IRACയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ഇതിൽ വരുന്നത് രണ്ട് ടൈപ്പ് ഓഫ് അസറ്റ്സ് ആണ്, പെർഫോമിംഗ് അസറ്റ്സും നോൺ പെർഫോമിംഗ് അസറ്റ്സും. ഓക്കെ, പെർഫോമിംഗ് അസറ്റ്സ് ആൻഡ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. എന്താ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ബാങ്ക് ലോൺസ് ആൻഡ് അഡ്വാൻസ് പ്രൊവൈഡ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇൻട്രസ്റ്റും കിട്ടണം, പീരീഡ് കഴിയുന്ന സമയത്ത് പെർട്ടിക്കുലർ എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ടും കിട്ടണം. ഈ എമൗണ്ട് തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ ആ അസറ്റ് പെർഫോമിംഗ് ആണ്. അതേസമയം തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ അതെന്താണ്? നോൺ പെർഫോമിംഗ് അസറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ബാങ്കിൽ നിന്നൊരു ലോൺ എടുത്തു എന്ന് വിചാരിക്കാം, ഡ്യൂ ഡേറ്റ് ആയിട്ട് നമ്മൾ തിരിച്ചടച്ചിട്ടില്ല. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് അവിടെ റിസ്ക് കൂടുതലാണ്, നമ്മുടെ ലോണിൽ പെർഫോമൻസ് ഒന്നും ഇല്ല. ആ സമയത്ത് ഇത് എന്തായിട്ട് മാറും? ഗ്രാജുവലി അതൊരു നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇന്ന് ഡ്യൂ ആയ ഒരു ലോണിന് മുകളിൽ ഇന്ന് നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ തന്നെ നമ്മൾ അതിനെ NPA എന്ന് വിളിക്കില്ല. ഓക്കെ, അതെങ്ങനെയാണ് വരിക എന്നുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയും. അപ്പം ഇതാണ് IRACയുടെ ബേസിസിൽ വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് അസറ്റ്, ഒന്ന് പെർഫോമിംഗ് അസറ്റും മറ്റൊന്ന് നോൺ പെർഫോമിംഗ് അസറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്? അസറ്റ്സ് ഓഫ് എ ബാങ്ക്. ഓക്കെ, രണ്ട് രീതിയിലുള്ള. ഓക്കെ, അപ്പോൾ പ്രൊഡൻഷ്യൽ നോംസിന്റെ ബേസിസിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് അസറ്റ്സ് ഓഫ് എ ബാങ്ക് ആർ ക്ലാസിഫൈഡ് ഇൻടു 4. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞതിൽ പെർഫോമിംഗും നോൺ പെർഫോമിംഗ് രണ്ട് ടൈപ്പാണ് പറഞ്ഞത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിഫറെന്റ് അസറ്റ്സ് ഓഫ് എ ബാങ്ക് എന്ന് പറയുമ്പോൾ 4 രീതിയിലുള്ള അസറ്റ്സ് ആണ്. ഇത് സ്റ്റാൻഡേർഡ് അസറ്റ്സ് ഉണ്ടാവും, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് ഉണ്ടാവും, ഡൗട്ട്ഫുൾ അസറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ലോസ് അസറ്റ്സും ഉണ്ടാവും. ഓക്കെ, 4 രീതിയിലുള്ള അസറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അസറ്റ്സ്. സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ അസറ്റ്സ് വിച്ച് ക്യാരി ഓൺലി നോർമൽ റിസ്ക്. ഓക്കെ, നോർമൽ റിസ്ക് മാത്രമുള്ള അസറ്റ്സ്. ഈ നോർമൽ റിസ്ക് എന്ന് പറയുന്നത് എന്ത് റിസ്ക് ആണ്? ക്രെഡിറ്റ് റിസ്ക് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബാങ്കുകൾക്ക് എന്തുണ്ടാവും? ലോൺസ് ആൻഡ് അഡ്വാൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് റിസ്ക് ഉണ്ടാവും. അപ്പൊ ഈ ക്രെഡിറ്റ് റിസ്ക് നോർമലി ഉള്ള, അതായത് പ്രത്യേകിച്ച് എക്സ്ട്രാ റിസ്ക് ഒന്നും വരാത്ത അസറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് അസറ്റ്സ് എപ്പോഴും പെർഫോമിംഗ് അസറ്റ്സ് ആയിരിക്കും. കൃത്യമായിട്ട് റീപേയ്മെന്റ് നടക്കുന്ന അസറ്റ്സുകളാണ് ഇതിൽ വരാം, സ്റ്റാൻഡേർഡ് അസറ്റ്സിൽ വരാം. ക്ലിയർ ആണല്ലോ? ദെൻ സെക്കൻഡ് വൺ ഈസ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ്. സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ അസറ്റ്സ് വിച്ച് ഹാവ് റിമെയിൻഡ് ആസ് NPA ഫോർ എ പീരിയഡ് ഓഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 months. ഓക്കെ, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ അസറ്റ്, ഈ പെർട്ടിക്കുലർ അസറ്റ് എന്തായി? NPA ആയി. എപ്പോഴാണ് ഒരു അസറ്റ് NPA ആവുക? ഒരു അസറ്റ് NPA ആവുന്നത് റീപേയ്മെന്റ് മുടങ്ങി അല്ലെങ്കിൽ റീപേയ്മെന്റ് ഓവർ ഡ്യൂ ആയി കഴിഞ്ഞ് 90 days കഴിയുമ്പോഴാണ് ഒരു അസറ്റ് എന്താവുന്നത്? നോൺ പെർഫോമിംഗ് അസറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ NPA ആയതിനു ശേഷം 12 മാസം വരെ നമ്മൾ ഈ അസറ്റിനെ എന്താ വിളിക്കുക? സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ ലോണിന് മുകളിൽ റീപേയ്മെന്റ് ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് January 1 തീയതിയാണ്. അപ്പൊ January 1 ഓവർ ഡ്യൂ ആയി കഴിഞ്ഞാൽ January 2 തന്നെ അതിനെ നമ്മൾ എന്ത് വിളിക്കില്ല? പേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ 2 തീയതി തന്നെ നമ്മൾ എന്ത് വിളിക്കില്ല? NPA എന്ന് വിളിക്കില്ല. ഓക്കെ, 1 തീയതി മുതൽ 90 days 90 ദിവസം കഴിയുമ്പോഴാണ് ഈ ഒരു പെർട്ടിക്കുലർ അസറ്റ് എന്താവാ? നോൺ പെർഫോമിംഗ് അസറ്റ് ആവാം. ഓക്കെ, നോൺ പെർഫോമിംഗ് അസറ്റ് ആയി കഴിഞ്ഞാൽ 12 മാസം വരെ നമ്മൾ ഈ അസറ്റിനെ എന്ത് പറയും? സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയും. ഓക്കെ, സോ ദീസ് ആർ ദ അസറ്റ്സ് വിച്ച് ഹാവ് റിമെയിൻഡ് ആസ് NPA ഫോർ എ പീരിയഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 months. ദെൻ മൂന്നാമത്തേത്
ഡൗട്ട്ഫുൾ അസറ്റ്സ്. ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ NPA 12 മാസം വരെ നമ്മൾ എന്താ വിളിക്കുക, NPAസിനെ എന്താ വിളിക്കുക, സബ് സ്റ്റാൻഡേർഡ് എന്നാണ് വിളിക്കുക. 12 മാസം കഴിഞ്ഞാൽ, മോർ ദാൻ 12 മന്ത്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദെൻ ദീസ് അസറ്റ്സ് ആർ കോൾഡ് ഡൗട്ട്ഫുൾ അസറ്റ്സ്. ഒന്നുകൂടെ പറയാമോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. അതായത് നമ്മളിപ്പോൾ അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്, നേരത്തെ നമ്മൾ ജസ്റ്റ് എന്ത് പറഞ്ഞു, പെർഫോമിംഗ് ഉണ്ട്, നോൺ പെർഫോമിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആണ്. മെയിൻലി ഒരു ബാങ്കിന്റെ അസറ്റ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, പെർഫോമിംഗ് അസറ്റ്സും നോൺ പെർഫോമിംഗ് അസറ്റ്സും. റീപേയ്മെന്റ് മുടങ്ങാണ്ട് കൃത്യമായിട്ട് കിട്ടുന്ന അസറ്റ്സ് ആണ് പെർഫോമിംഗ് അസറ്റ്സ്. റീപേയ്മെന്റ് മുടങ്ങിയിട്ടുള്ള അസറ്റ്സ് ആണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ഓക്കെ, അത് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മൾ നാരോ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. അതിൽ തന്നെ ഈ 2 ടൈപ്പ് എന്ന് പറഞ്ഞതിനെ നമുക്ക് ഒന്നും കൂടെ എലാബറേറ്റ് ചെയ്തിട്ട് 4 ടൈപ്പായിട്ട് പറയാം. അപ്പോൾ ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് അസറ്റ്സ്. സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പെർഫോമിംഗ് അസറ്റ്സ് തന്നെയാണ് എന്ത് സ്റ്റാൻഡേർഡ് അസറ്റ്സ്. ഓക്കെ, കൃത്യമായിട്ട് റീപേയ്മെന്റ് കിട്ടുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയാം, സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറയും. സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ, സബ് സ്റ്റാൻഡേർഡ് അസറ്റ് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് മനസ്സിലാവണം, എന്താണ് NPA, നോൺ പെർഫോമിംഗ് അസറ്റ്. അപ്പൊ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലോണിന് മുകളിൽ, ഒരു ലോൺസ് ആൻഡ് അഡ്വാൻസിന് മുകളിൽ റീപേയ്മെന്റ് മുടങ്ങിക്കഴിഞ്ഞാൽ 90 ദിവസം വരെ നമ്മൾ അതിന് NPA എന്ന് പറയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ജനുവരി 1-ാം തീയതി അടയ്ക്കണം, ജനുവരിയിൽ അടച്ചില്ല, ഫെബ്രുവരിയിൽ അടച്ചില്ല, മാർച്ച് 1-ാം തീയതി അടച്ചില്ല, അപ്പോഴൊന്നും നമ്മുടെ അസറ്റിനെ, നമ്മുടെ പെർട്ടിക്കുലർ ലോണിനെ ബാങ്ക് എന്ത് വിളിക്കില്ല, NPA എന്ന് വിളിക്കില്ല. 90 ദിവസം കഴിഞ്ഞ, ഓക്കെ, ആഫ്റ്റർ 90 ഡേയ്സ് ഈ ലോണിനെ പിന്നെ എന്താ പറയാം, നോൺ പെർഫോമിംഗ് അസറ്റ് എന്നാണ് പറയാം. ഓക്കെ ആണല്ലോ. ഇനി സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ അസറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ് ആയതിനു ശേഷം NPA ആയി കഴിഞ്ഞാൽ 12 മാസം വരെ അതിനെ നമ്മൾ എന്താ വിളിക്കുക, സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, NPA ആയതിനു ശേഷം 12 മാസം വരെ ഈ ഒരു പെർട്ടിക്കുലർ അസറ്റിനെ സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ. 12 മാസം കഴിഞ്ഞാൽ, NPA ആയി 12 മാസം കഴിഞ്ഞാൽ, 12 മാസം എന്ന് നമ്മൾ ഈ പെർട്ടിക്കുലർ ആക്ടിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് മന്ത്സിലാണ്. അതുകൊണ്ടാണ് നമ്മൾ മന്ത്സ് ആയിട്ട് തന്നെ പറയുന്നത് 1 ഇയർ. ഓക്കെ, നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ആ പീരീഡ് 1 ഇയർ ആണെന്ന് കിട്ടും. പക്ഷെ ആക്ടില് മന്ത്സിൽ പറയുന്നതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ 12 മന്ത്സ് എന്ന് പഠിക്കുന്നു. ഓക്കെ, ദെൻ ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ NPA 12 മാസത്തിൽ കൂടുതൽ സമയമായി. ഓക്കെ, ഇപ്പൊ NPA ആയി 90 ഡേയ്സ് കഴിഞ്ഞിട്ട് NPA ആയതിനു ശേഷം 1 വർഷം കഴിഞ്ഞു, എന്നിട്ടും ബോറോവർ എന്ത് ചെയ്തിട്ടില്ല, പേയ്മെന്റ് ചെയ്തിട്ടില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് പഠിക്കില്ലേ. എന്താ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്? നമ്മുടെ ടോട്ടൽ ഡെപ്റ്റേഴ്സിൽ നമുക്ക് കിട്ടുമോ, തിരിച്ചു കിട്ടുമോ എന്ന് സംശയമുള്ള എമൗണ്ടിനെയാണ് എന്ത് പറയാ, ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയാം. അപ്പൊ ബാങ്കിനെ സംബന്ധിച്ച് ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ബാങ്കിന് തിരിച്ചടവ് ഇനി കിട്ടുമോ എന്ന് സംശയമുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ് എന്ത്, ഡൗട്ട്ഫുൾ അസറ്റ്സ്. ഓക്കെ, അപ്പൊ ഒരു പെർട്ടിക്കുലർ ലോണ് ഡൗട്ട്ഫുൾ കാറ്റഗറിയിലേക്ക് മാറുന്നത് എപ്പോഴാണ്, അടവ് മുടങ്ങി, റീപേയ്മെന്റ് മുടങ്ങി, അത് NPA ആയി 12 മാസം കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഡൗട്ട്ഫുൾ അസറ്റ്സ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ലോസ് അസറ്റ്സ്. ലോസ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ അസറ്റ്സ് വേർ ലോസ് ഹാസ് ബീൻ ഐഡന്റിഫൈഡ് ബൈ ദ ബാങ്ക്, ഇന്റേണൽ ഓഡിറ്റേഴ്സ്, എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ഓർ RBI ഇൻസ്പെക്ഷൻ. ഓക്കെ, ലോസ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ബാഡ് ഡെപ്റ്റ് പഠിക്കുന്ന പോലെയാണ്, കിട്ടാക്കടം. ഓക്കെ, അപ്പൊ ഡൗട്ട്സ് എന്താ ചോദിച്ചേ, NPA എത്ര കഴിഞ്ഞാലാണ് NPA ആവുന്നത്, റീപേയ്മെന്റ് ഓവർ ഡ്യൂ ആയി 90 ഡേയ്സ് കഴിയുമ്പോൾ. ഓക്കെ, 90 ദിവസം കഴിഞ്ഞാലാണ് NPA ആവുന്നത്. സബ് സ്റ്റാൻഡേർഡ് ഒന്നും കൂടെ പറയൂ. സബ് സ്റ്റാൻഡേർഡ് ഒന്നുമില്ല, സിമ്പിൾ ആണ്. NPA ആയതിനു ശേഷം, NPA ആവുന്നത് 90 ദിവസം കഴിയുമ്പോൾ, NPA ആയതിനു ശേഷം 12 മാസം വരെ നമ്മൾ എന്ത് വിളിക്കും, സബ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കും. ഓക്കെ, നമ്മൾ ഇത് കഴിഞ്ഞാൽ ലോസ് അസറ്റും കൂടെ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഒരു എക്സാമ്പിളിലേക്ക് പോകും, ഡേറ്റ് വെച്ചിട്ട് എക്സാമ്പിൾ പറയും. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇത്ര മനസ്സിലാക്കിയാൽ മതി. അസറ്റ്സിനെ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് 2 ടൈപ്പാണ്. ഏതൊക്കെയാണ്, പെർഫോമിങ്ങും നോൺ പെർഫോമിങ്ങും. കൃത്യമായിട്ട് റീപേയ്മെന്റ് കിട്ടുന്ന അസറ്റുകളാണ് ബാങ്കിനെ സംബന്ധിച്ച് ലോണുകളാണ് ഏത്, പെർഫോമിംഗ് അസറ്റ്. റീപേയ്മെന്റ് മുടങ്ങി കിടക്കുന്ന ലോണുകളാണ് നോൺ പെർഫോമിംഗ് അസറ്റ്. ഓക്കെ, അപ്പൊ ഈ പെർഫോമിംഗ് അസറ്റിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്.
നോൺ പെർഫോമിംഗ് അസറ്റിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സബ്സ്റ്റാൻഡേർഡ് അസറ്റും, ഡൗട്ട്ഫുൾ അസറ്റും, ലോസ് അസറ്റും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ലോണ് 90 ദിവസം റീപേയ്മെന്റ് മുടങ്ങിയാൽ NPA ആവുന്നു. NPA ആയിട്ട് 12 മാസം വരെ അതെന്താവുന്നു, സബ്സ്റ്റാൻഡേർഡ് ആവുന്നു. സബ്സ്റ്റാൻഡേർഡ് ആയതിനു ശേഷം 12 മാസം കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഡൗട്ട്ഫുൾ. ഓക്കെ, ഇപ്പൊ അത്ര മനസ്സിലാക്കുക. ഇനി എക്സാമ്പിൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിച്ചോളൂ. 4ാമത്തെ ടൈപ്പാണ് ലോസ് അസറ്റ്. ലോസ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ബാഡ് ഡെപ്റ്റ് പറയുന്ന പോലെ കിട്ടാക്കട എന്ന് പറയില്ലേ, ഇത് തിരിച്ചു കിട്ടില്ല എന്ന് ബാങ്ക് ഉറപ്പിച്ചു. ഇങ്ങനെയുള്ള ലോൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലോസ് അസറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ നോക്കൂ, ലോസ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ ദ അസറ്റ്സ് where loss has been identified by the bank, internal auditors, external auditors or RBI inspection. ഓക്കെ, അപ്പൊ ലോസ് അസറ്റ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാക്കി എല്ലാ ടൈപ്പിലും നമ്മൾ പീരിയഡാ പറഞ്ഞ്, ഇത്ര ദിവസം കഴിയുമ്പോൾ, ഇത്ര മാസം കഴിയുമ്പോൾ. ഓക്കെ, ലോസ് അസറ്റിൽ അങ്ങനെയല്ല. ലോസ് അസറ്റ്സിൽ എന്തില്ല, പെർട്ടിക്കുലർ പീരിയഡ് അല്ല നമ്മൾ പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ലോണ് ഇനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, ബോറോവർ ഇനി അതിന് മുകളിൽ റീപേയ്മെന്റ് ചെയ്യില്ല എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് ലോസ് അസറ്റ്. ഓക്കെ, അപ്പൊ ഈ ലോസ് അസറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. ആരാണ് ലോസ് അസറ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? 4 പാർട്ടീസ് ആണ് വരാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാങ്ക്. ഏത് ബാങ്കിലാണോ ബോറോവറിന് ലോൺ ഉള്ളത് ആ ബാങ്ക് എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യും. സെക്കൻഡ് പാർട്ടി ഇന്റേണൽ ഓഡിറ്റേഴ്സ്. ഓക്കെ, ഇന്റേണലി ഓഡിറ്റിംഗ് ചെയ്യുന്ന ആളുകൾ, ഇന്റേണൽ ഓഡിറ്റേഴ്സ്. തേർഡ് പാർട്ടി എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ്. ആൻഡ് ഫോർത്ത് RBI. ഓക്കെ, RBIയുടെ ഇൻസ്പെക്ഷന്റെ സമയത്ത് കണ്ടുപിടിക്കുന്നു. ഇങ്ങനെയുള്ള 4 പാർട്ടീസ് ഒരു പെർട്ടിക്കുലർ ലോണ് ഇനി തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ലോസ് അസറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഇനി നോക്കാം. ഓക്കെ, എക്സാമ്പിൾ പറയാൻ വരട്ടെ. എക്സാമ്പിളിന്റെ മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡൗട്ട്ഫുൾ അസറ്റ്സ് ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ, പെർഫോമിംഗ് എന്താ, നോൺ പെർഫോമിംഗ് എന്താന്ന് പറഞ്ഞു. ദെൻ പെർഫോമിങ്ങിന് തന്നെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. നോൺ പെർഫോമിങ്ങിന് 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഏതൊക്കെയാണ്? സബ്സ്റ്റാൻഡേർഡും, ഡൗട്ട്ഫുള്ളും, ലോസും. ഓക്കെ, അപ്പൊ NPA ആവുന്നത് 90 ദിവസം ആവുന്ന സമയത്ത് NPA ആയി 12 മാസം വരെ നമ്മൾ എന്ത് വിളിക്കും, സബ്സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കും. 12 മാസം കഴിഞ്ഞാൽ ഡൗട്ട്ഫുൾ എന്ന് വിളിക്കും. ഇനി തിരിച്ചു കിട്ടില്ല എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ. ഇനി പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡൗട്ട്ഫുൾ അസറ്റ്സ്. ഓക്കെ, എന്തൊക്കെയാണ് ഡൗട്ട്ഫുൾ അസറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ? ഈ ഡൗട്ട്ഫുൾ എപ്പോഴാണ് വരുന്നത്? 12 മാസത്തിന് ശേഷം. NPA ആയി 12 മന്ത്സ് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ അസറ്റ് എന്താവും, ഡൗട്ട്ഫുൾ അസറ്റ് ആവും. ഓക്കെ, ഈ ഡൗട്ട്ഫുൾ അസറ്റിൽ 3 ടൈപ്പ് അസറ്റ് ആണ് ഉള്ളത്. ഡൗട്ട്ഫുൾ അസറ്റ് ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു 3: D1, D2 ആൻഡ് D3. അപ്പൊ ആദ്യം നമുക്ക് ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്താണെന്നോട് പറയാം. These are the assets which have remained in the substandard category for a period of more than 1 year. Okay, ഒരു വർഷത്തിൽ കൂടുതൽ കാലത്തേക്ക് സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് നിന്ന അസറ്റ്. ഓക്കെ, അപ്പൊ 12 മാസം കഴിഞ്ഞാലാണ് ഏതാവുക, ഡൗട്ട്ഫുൾ ആവുക. 12 മാസം വരെ ഇത് എന്തായിരുന്നു, സബ്സ്റ്റാൻഡേർഡ് ആയിരുന്നു. അപ്പൊ സബ്സ്റ്റാൻഡേർഡിൽ ഒരു വർഷത്തിൽ കൂടുതൽ കാലം ഇരുന്ന് കഴിഞ്ഞാൽ, അത്രയും പീരീഡ് ഒരു ലോൺ ആ കാറ്റഗറിയിൽ ഉണ്ടെങ്കിൽ, അതിനുശേഷം 12 മന്ത്സ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക, ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ ഡൗട്ട്ഫുൾ അസറ്റ്സിന് 3 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്: D1, D2 ആൻഡ് D3. ഓക്കെ, D1 എന്ന് പറഞ്ഞാൽ അസറ്റ്സ് വിച്ച് റിമെയിൻ ആസ് ഡൗട്ട്ഫുൾ ഫോർ എ പീരിയഡ് ഓഫ് ലെസ് ദാൻ 1 year. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ പോയിന്റിൽ ചിലപ്പോൾ നമുക്ക് ആൻസർ തെറ്റിപ്പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ സബ്സ്റ്റാൻഡേർഡിൽ നമ്മൾ എന്ത് പറഞ്ഞു, 1 വർഷം വരെ എന്ന് പറഞ്ഞു. ഓക്കെ, D1ലും എന്താ പറയുന്നത്, 1 വർഷം വരെ എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടിലും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കുക. സബ്സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ NPA ആയതിനു ശേഷം 1 വർഷം വരെ. ഓക്കെ, സബ്സ്റ്റാൻഡേർഡ്. ഡൗട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റാൻഡേർഡ് ആയതിനു ശേഷമാണ് ഇത് വരാ, ഡൗട്ട്ഫുൾ വരാം. അപ്പൊ സബ്സ്റ്റാൻഡേർഡ് ആയതിനു ശേഷം 1 വർഷം വരെ നമ്മൾ അതിനെ എന്ത് വിളിക്കും, D1 എന്ന് വിളിക്കും. ഓക്കെ, 1 മുതൽ 3 വർഷം വരെ എന്ത് വിളിക്കും, D2 എന്ന് വിളിക്കും. 3 വർഷത്തിന് മുകളിൽ കാലമായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, D3 എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഒരു പെർട്ടിക്കുലർ ലോണിന് മുകളിൽ റീപേയ്മെന്റ് മുടങ്ങിക്കഴിഞ്ഞാൽ 90 ദിവസം കഴിയുമ്പോൾ അത് NPA ആവും. ഓക്കെ,
NPA ആയിട്ട് 12 മാസം കഴിഞ്ഞാൽ സബ്സ്റ്റാൻഡേർഡ് ആവും. സബ്സ്റ്റാൻഡേർഡ് വീണ്ടും 12 മാസം കഴിയുമ്പോൾ അതെന്താവും? ഡൗട്ട്ഫുൾ ആവും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ സബ്സ്റ്റാൻഡേർഡ് 12 മന്ത്സ് വരെയാണ്. 12 മന്ത്സിന് ശേഷം അതെന്തായി? മോർ ദാൻ 12 മന്ത്സ് ആവുന്ന സമയത്ത് ഡൗട്ട്ഫുൾ ആയി. ഡൗട്ട്ഫുള്ളിൽ 3 ടൈപ്പാണ് വരുന്നത്. ഒന്ന്, 1 വർഷം വരെ D1, 2, 1 മുതൽ 3 വർഷം വരെ D2, മൂന്നാമത് മോർ ദാൻ 3 ഇയേഴ്സ് D3. ഓക്കെ, ഇനി ഇതിൽ നമുക്കൊരു SMAയും കൂടെ പറയാനുണ്ട്. SMA അവിടെ നിൽക്കട്ടെ. അതിന് മുൻപ് നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. എ ലോൺ ബിക്കംസ് ഡ്യൂ ഓൺ June 1. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കാം. എക്സാമ്പിൾ, എ ലോൺ ബിക്കംസ് ഡ്യൂ ഓൺ June 1. ജൂൺ 1-ാം തീയതി ഒരു പെർട്ടിക്കുലർ ലോണിന് മുകളിൽ പേയ്മെന്റ് ചെയ്യേണ്ട ദിവസമായി. ഓക്കെ, ഡ്യൂ ആയി. അപ്പോൾ ആ ദിവസം തന്നെ ബോറോവർ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റിനെ നമ്മൾ എന്താ വിളിക്കുക? സ്റ്റാൻഡേർഡ് അസറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് അസറ്റ് എന്ത് അസറ്റ് ആണ്? പെർഫോമിംഗ് അസറ്റ് ആണ്. അപ്പൊ സ്റ്റാൻഡേർഡ് അസറ്റും പെർഫോമിംഗ് അസറ്റും സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. ഓക്കെ, ഒന്ന് നമ്മൾ ബ്രോഡ് ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്, മറ്റത് നമ്മൾ നാരോ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ്, റീപേയ്മെന്റ് ഓവർ ഡ്യൂ ആയി കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് കൃത്യമായിട്ട് ബോറോവർ പേയ്മെന്റ് ചെയ്യുന്ന കേസാണ്. അടുത്തത്, ബോറോവർ പേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ റീപേയ്മെന്റ് ഓവർ ഡ്യൂ ആവുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഈ അസറ്റിനെ വിളിക്കുക? ഫസ്റ്റ്, അപ് ടു 30 days. ഓക്കെ, 30 ദിവസം വരെ നമ്മൾ ഇതിനെ SMA 0 എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ഈ SMA അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് അടുത്തതായിട്ട് നെക്സ്റ്റ് പറയാം. ഇപ്പൊ നിങ്ങൾ NPA ശ്രദ്ധിക്കാം. ഓക്കെ, 30, 60, 90 എന്ന് എഴുതിയത് നിങ്ങൾ നോക്കണ്ട. NPAയുടെ കാര്യം ശ്രദ്ധിക്കാം. NPAയുടെ കാര്യത്തിൽ എന്താ പറയുന്നത്? ആഫ്റ്റർ 90 days റീപേയ്മെന്റ് ഓവർ ഡ്യൂ ആയി 90 ദിവസം കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ അസറ്റ് എന്തായി? NPA ആയി. ഓക്കെ, നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് മാറി. ദെൻ NPA ആയതിനു ശേഷം 12 മാസം വരെ അതെന്താവുന്നു? സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആവുന്നു. ഓക്കെ, സബ്സ്റ്റാൻഡേർഡ് ആയതിനു ശേഷം 12 മാസം വരെ അതെന്തായിരിക്കും? ഡൗട്ട്ഫുൾ അസറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സബ്സ്റ്റാൻഡേർഡ് ആയതിനു ശേഷം നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ അസറ്റിനെ പിന്നെ എന്താ വിളിക്കുക? ഡൗട്ട്ഫുൾ അസറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, സബ്സ്റ്റാൻഡേർഡിൽ 12 മാസം കിടന്നു, അതിനുശേഷം അതെന്താവുന്നു? ഡൗട്ട്ഫുൾ അസറ്റ് ആവുന്നു. ഓക്കെ, ഡൗട്ട്ഫുൾ അസറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ലോസ് അസറ്റ് ആണ്. ലോസ് അസറ്റ് നമ്മൾ പറഞ്ഞു, ലോസ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്താൽ ആ ഒരു അസറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ലോസ് അസറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ലോസ് അസറ്റിൽ പീരിയഡ് ഇല്ല. ഓക്കെ, ലോസ് അസറ്റ് ഈസ് നോട്ട് കാറ്റഗറൈസ്ഡ് അക്കോർഡിംഗ് ടു ദ പീരിയഡ്. ഇത്ര മാസം അല്ലെങ്കിൽ ഇത്ര വർഷം എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക? ലോസ് അസറ്റിനെ ഐഡന്റിഫൈ ചെയ്യാം. ചിലപ്പം ഒരു 2 വർഷം മാത്രമായിട്ടുള്ള ഒരു അസറ്റിനെ ചിലപ്പോൾ നമ്മൾ ലോസ് ആയിട്ട് കണ്ടുപിടിക്കുന്നുണ്ടാവും. 10 വർഷമായിട്ട് റീപേയ്മെന്റ് മുടങ്ങിയിട്ടുള്ള ഒരു അസറ്റ് ചിലപ്പോൾ നമ്മൾ ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ലോസ് അസറ്റിന് എന്തില്ല? സ്പെസിഫിക് പീരിയഡ് ഇല്ല. ഓക്കെ, പീരിയഡ് നോക്കിയിട്ടല്ല ലോസ് അസറ്റിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, പകരം എങ്ങനെയാണ്? ഐഡന്റിഫൈ ചെയ്യുന്നത് വെച്ചിട്ടാണ്. നമ്മൾ അത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയുന്നു, റെക്കഗ്നൈസ് ചെയ്യുന്നു, ഈ ഒരു ലോൺ ഇനി ബോറോവർ തിരിച്ചടക്കില്ല. അപ്പൊ നമ്മൾ അതിനെ എന്ത് പറയും? ലോസ് അസറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ലോസ് അസറ്റ് ഐഡന്റിഫൈ ചെയ്യുന്ന പാർട്ടീസ് ആരൊക്കെയായിരുന്നു? ബാങ്ക്, ഇന്റേണൽ ഓഡിറ്റ്, എക്സ്റ്റേണൽ ഓഡിറ്റ്, ദെൻ RBI. ഓക്കെ, അപ്പൊ ലോസ് അസറ്റിൽ പീരിയഡ് ഇല്ല, അതുകൊണ്ട് ലോസ് അസറ്റ് മാറ്റി വെക്കുക. ഇനി എക്സാമ്പിൾ നോക്കുക. ജൂൺ 1-ാം തീയതി ഡ്യൂ ആയിട്ടുള്ള ഒരു ലോണാണ്. ഇതിനകത്ത് എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് അസറ്റ് വന്നേ? NPA വന്നത്, സബ്സ്റ്റാൻഡേർഡ് വന്നത്, ഡൗട്ട്ഫുൾ വന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. സ്റ്റാൻഡേർഡ് അസറ്റ് എന്താണ്? നോൺ പെർഫോമിംഗ് അസറ്റ് എന്താണ്? സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്താണ്? ഡൗട്ട്ഫുൾ അസറ്റ് എന്താണ്? NPA ആയതിനു ശേഷം 12 മാസം വരെ അതെന്താണ്? സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്. 12 മാസം വരെ സബ്സ്റ്റാൻഡേർഡിൽ ഇരുന്നാൽ മോർ ദാൻ 12 മന്ത്സ് ആവുമ്പോൾ, സബ്സ്റ്റാൻഡേർഡ് അപ് ടു 12 മന്ത്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? D3 കഴിഞ്ഞിട്ടാണോ ലോസ് അസറ്റ് ആവുന്നത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞേ, ലോസ് അസറ്റിന് എന്തില്ല? പീരിയഡ് ഇല്ല. D1, D2, D3 അതൊന്നും കൂടെ പറയാം. D1, D2, D3 നമ്മൾ ഒന്നും കൂടെ പറയും. ഇപ്പൊ നിങ്ങൾ ഈ ടേംസ് മാത്രം നോക്കുക. സ്റ്റാൻഡേർഡ്, NPA, സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ. ഓക്കെ, ഈ 3 ഐറ്റംസ് മാത്രം നോക്കുക. അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ പറയാം. D1, D2, D3 നമുക്ക് ഒന്നും കൂടെ പറയാം. SMA അവിടെ നിൽക്കട്ടെ, SMA നമ്മൾ പറയും. ഇപ്പൊ സ്റ്റാൻഡേർഡ്, NPA, സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ. ഓക്കെ, ഇത്രയും ടേംസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക. ഇവിടെ ഇപ്പൊ നമ്മൾ ഡൗട്ട്ഫുൾ അസറ്റിൽ എന്താ പറഞ്ഞത്? സബ്സ്റ്റാൻഡേർഡ് അപ് ടു 12 മന്ത്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സബ്സ്റ്റാൻഡേർഡ് അപ് ടു 12 മന്ത്സ്, 12 മാസം വരെ സബ്സ്റ്റാൻഡേർഡിൽ കിടന്നാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മോർ ദാൻ 12 മന്ത്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു എൻ പി എ ആയി കഴിഞ്ഞ് 12 മാസം വരെ സബ്സ്റ്റാൻഡേർഡ്, 12 മാസം സബ്സ്റ്റാൻഡേർഡിൽ കടന്നാൽ പിന്നെ അതെന്തായി? മോർ ദാൻ 12 മന്ത്സ് ആയില്ലേ? അതിനുശേഷം അത് ഡൗട്ട്ഫുൾ ആണ്. ഡൗട്ട്ഫുൾ ആയി കഴിഞ്ഞാൽ ഒരു വർഷം വരെ അതെന്താണ്? D1. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം, സബ്സ്റ്റാൻഡേർഡ് ആവുന്നു 12 മാസം വരെ. സബ്സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ NPA 12 മാസം വരെ എന്താവുന്നു? സബ്സ്റ്റാൻഡേർഡിലാണ്. സബ്സ്റ്റാൻഡേർഡിൽ 12 മാസം കിടന്നാൽ ഇറ്റ് ബിക്കംസ് ഡൗട്ട്ഫുൾ അസെറ്റ്. ഓക്കെ, അതായത് ഉദ്ദേശിക്കുന്നത് മോർ ദാൻ 12 മന്ത്സ് ആണ്. 12 മാസത്തിൽ കൂടുതൽ സമയമായി കഴിഞ്ഞാൽ എന്താണ്? ഡൗട്ട്ഫുൾ അസെറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഒരു പെർട്ടിക്കുലർ ലോണ് NPA ആയത് ജനുവരി 1-ാം തീയതി. ഓക്കെ, NPA ആയ ദിവസമാണ് പറയുന്നത് ജനുവരി 1-ാം തീയതി. 12 മാസം അതെന്താണ്? സബ്സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, NPA അപ് ടു 12 മന്ത്സ് അതെന്താണ്? സബ്സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, സബ്സ്റ്റാൻഡേർഡ് ആയതിനു ശേഷം എന്ന് പറഞ്ഞാൽ സബ്സ്റ്റാൻഡേർഡിൽ എത്ര സമയം കിടന്നു? 12 മാസം കിടന്നു. അതിനുശേഷം ആഫ്റ്റർ 12 മന്ത്സ് ഇറ്റ് ബിക്കംസ് ഡൗട്ട്ഫുൾ. അപ്പം ജനുവരി 1, 2023 NPA ആയി കഴിഞ്ഞാൽ ജനുവരി 1, 2024 വരെ അത് സബ്സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, ജനുവരി 1, 2024 ശേഷം അതെന്തായിട്ട് മാറി? ഡൗട്ട്ഫുൾ ആയിട്ട് മാറി. ക്ലിയർ ആണല്ലോ? ഡൗട്ട്ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ അതിന് 3 ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അതെന്തൊക്കെയാ? ഒരു വർഷം വരെ, അതായത് ജനുവരി 1, 2024 അല്ലേ പറഞ്ഞേ? അപ്പൊ നമ്മൾ 2025 ജനുവരി 1 വരെ D1. ഓക്കെ, അതിനുശേഷം 2 വർഷം D2. അതിനു മുകളിൽ എത്ര വർഷമായി കഴിഞ്ഞാലും D3. ഓക്കെ, ഇവിടെ ഡൗട്ട്സിൽ ആരോ ചോദിച്ചു D3 കഴിഞ്ഞിട്ടാണോ ലോസ് അസെറ്റ് വരുന്നതെന്ന് ചോദിച്ചു. D3 കഴിഞ്ഞിട്ടോ D3യുടെ മുൻപോ D1 ശേഷമോ എപ്പോ വേണമെങ്കിലും ഏത് വരാം? ലോസ് അസെറ്റ് വരാം. ഇവിടെ താഴെ സ്ക്രീനിൽ നോക്കൂ, താഴെ നമ്മൾ ബോൾഡ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്, ലോസ് അസെറ്റ് ഈസ് നോട്ട് കാറ്റഗറൈസ്ഡ് അക്കോർഡിംഗ് ടു ദ പീരിയഡ്. ലോസ് അസെറ്റിൽ പീരിയഡ് ഇല്ല. ഓക്കെ, ഇത്ര ദിവസം, ഇത്ര മാസം, ഇത്ര വർഷം, അങ്ങനെ നമ്മൾ പീരിയഡ് മെൻഷൻ ചെയ്യുന്നേ ഇല്ല. ലോസ് അസെറ്റിൽ നമ്മൾ എന്ത് മാത്രം നോക്കാം? തിരിച്ചടവ് കിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ലോസ് അസെറ്റ്. ഓക്കെ, അപ്പൊ ലോസ് അസെറ്റിൽ പീരിയഡ് ഇല്ല, ലോസ് അസെറ്റ് മാറ്റി വെക്കാം. NPA എന്ന് പറഞ്ഞാൽ 90 ഡേയ്സ്. ഓക്കെ, NPA ആയതിനു ശേഷം 12 മാസം വരെ സബ്സ്റ്റാൻഡേർഡ്, 12 മാസത്തിന് ശേഷം ഡൗട്ട്ഫുൾ. ചിലപ്പോൾ ഇവിടെ സബ്സ്റ്റാൻഡേർഡ് അപ് ടു 12 മന്ത്സ് എന്നുള്ള സെന്റൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടാവും. നിങ്ങൾ ആ സെന്റൻസ് ശ്രദ്ധിക്കേണ്ട. ആഫ്റ്റർ 12 മന്ത്സ് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ് ടു 12 മന്ത്സ് സബ്സ്റ്റാൻഡേർഡും ആഫ്റ്റർ 12 മന്ത്സ് ഡൗട്ട്ഫുള്ളും. ഓക്കെ ആണല്ലോ? ദെൻ ഡൗട്ട്ഫുൾ ആയതിനു ശേഷം ഒരു വർഷം വരെ അത് D1, 1 മുതൽ 3 വർഷം വരെ D2, മോർ ദാൻ 3 ഇയേഴ്സ് D3. ഓക്കെ, ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ്, സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ, ലോസ് അസെറ്റ്സ് വരുന്നത് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ദെൻ ഡൗട്ട്ഫുളിനകത്ത് ഏതൊക്കെ വരും? D1 വരും, D2 വരും, D3 വരും. ഓക്കെ, D1 എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ ആയതിനു ശേഷം ഒരു വർഷം വരെ. D2 എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ ആയി കഴിഞ്ഞ് 1 മുതൽ 3 വർഷം വരെ. D3 എന്ന് പറഞ്ഞാൽ മോർ ദാൻ 3 ഇയേഴ്സ്. മോർ ദാൻ 3 ഇയേഴ്സ് എത്രയാവാം? ഓക്കെ, 3 വർഷം, 4 വർഷം, 5 വർഷം, 10 വർഷം, അതൊക്കെ ഇതിലാണ് വരാം? D3യിലാണ് വരാം. അപ്പം ഇതിൽ ലോസ് അസെറ്റ് എവിടെയാ വരിക ചോദിച്ചു കഴിഞ്ഞാൽ, ലോസ് അസെറ്റ് ഇതിൽ എവിടെയല്ല വരാം. ലോസ് അസെറ്റിന് എന്തില്ല? പീരിയഡ് ഇല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? സ്റ്റാൻഡേർഡ്, സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ, ലോസ്. ഡൗട്ട്ഫുള്ള് D1, D2, D3. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്സ്. ഓക്കെ, SMA ശ്രദ്ധിക്കണം. കാരണം നമുക്ക് JCIയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് PSCയുടെ എക്സാം ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരും അല്ലേ? നമുക്ക് എക്സ്പെക്ട് ചെയ്യാമല്ലോ. ഇപ്പൊ ലാസ്റ്റ് വീക്കിൽ നടന്ന PSCയിലൊക്കെ എന്താ വന്നിട്ടുള്ളത്? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് ഓരോ ടോപ്പിക്കിലും നമ്മൾ സാധാരണ പഠിച്ചു പോരുന്ന, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറേ പോയിന്റ്സ് ഉണ്ടാവും. അത് മാത്രം അറിഞ്ഞാൽ പോരാ. ഓക്കെ, കുറച്ചും കൂടി അഡീഷണൽ കാര്യങ്ങൾ അറിയുമ്പോഴാണ് ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പം ഈ NPAസും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡും സബ്സ്റ്റാൻഡേർഡും ഒക്കെ അറിയുന്നവർക്കും പലപ്പോഴും ചിലപ്പോൾ എന്താ അറിയുന്നുണ്ടാവില്ല? SMA എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ SMAയും ഈ ടോപ്പിക്കുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ടേമാണ്. മേ ബി ക്വസ്റ്റ്യൻസ് വന്നേക്കാം. ഓക്കെ, അപ്പൊ SMA എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്
സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്സ്. ഓക്കെ, സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്സ് ഇതാണ് SMA. SMAയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, SMA എന്ന് പറയുന്നത് NPA അല്ല. NPA എന്താ? നോൺ പെർഫോമിംഗ് അസറ്റ് ആണ്. SMA എന്താണ്? സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്സ് ആണ്. ഓക്കെ, സോ SMAs ആർ നോട്ട് NPAs. നോൺ പെർഫോമിംഗ് അസറ്റ്സ് അല്ല ഏത്? സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ദിസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI ഇൻ 2014. 2014 RBI ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇത് SMA. Okay, these are classified in order to identify the stress assets of a bank which may become NPA. Okay, NPA ആവുന്നത് 90 ദിവസത്തിന് ശേഷമാണ്. അപ്പൊ NPA ആവാൻ സാധ്യതയുള്ള അസറ്റുകൾ, അതാണ് സ്ട്രെസ്ഡ് അസറ്റ്. ഓക്കെ, ബാങ്കിനെ സ്ട്രെസ്സിലാക്കുന്ന, ബാങ്കിന് റിസ്ക് കൂട്ടുന്ന അസറ്റ്സിന് ഏതൊക്കെ സാധ്യതയുണ്ട്, ഏതെല്ലാം ലോണുകൾ NPA ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഏതിൽ വരാം? SMAയിൽ വരാം. ഓക്കെ, അപ്പൊ SMA എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്സ് ആണ്. SMA NPA അല്ല. ഓക്കെ, അപ്പൊ NPA ആവുന്നത് എപ്പോഴാ? റീപേയ്മെന്റ് മുടങ്ങി 90 ദിവസം കഴിഞ്ഞാൽ NPA ആവും. അപ്പൊ റീപേയ്മെന്റ് മുടങ്ങി 90 ദിവസം വരെയുള്ള പീരീഡ് ഉണ്ടല്ലോ, ഇതിനകത്താണ് ഇത് വരാം? SMA വരാം. ഓക്കെ, സോ റീപേയ്മെന്റ് മുടങ്ങി 30 ദിവസം വരെ. ഓക്കെ, ഇപ്പൊ ജാനുവരി 1-ാം തീയതി റീപേയ്മെന്റ് മുടങ്ങുന്നു. അപ്പൊ ജാനുവരി 31-ാം തീയതി വരെ, അതായത് അപ് ടു 30 ഡേയ്സ് നമ്മൾ എന്താ ഈ അസറ്റിനെ വിളിക്കുക? ലോണിനെ വിളിക്കുന്നത് SMA 0. ഓക്കെ, ദെൻ 30 മുതൽ 60 ദിവസം വരെ നമ്മൾ എന്താ വിളിക്കുക? അപ്പൊ ജനുവരി 31 വരെ നമ്മൾ പേയ്മെന്റ് ചെയ്തില്ല, അവിടെ മുതൽ വീണ്ടും 30 ദിവസം, ഫെബ്രുവരി എൻഡ് വരെ ഈ ഒരു ലോണിനെ നമ്മൾ എന്താ പറയാ? SMA 1. ഓക്കെ, അതിനുശേഷം 60 മുതൽ 90 ദിവസം വരെ ഈ അസറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? SMA 2. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റിൽ നമ്മൾ അത്ര തന്നെ കോമൺ ആയിട്ട് പറയാത്ത ഒരു ടേമാണ് SMA. SMA എന്ന് പറഞ്ഞാൽ ഇത് നോൺ പെർഫോമിംഗ് അസറ്റ് അല്ല, NPA ആവുന്നതിന് മുൻപ് എന്നാൽ റീപേയ്മെന്റ് മുടങ്ങിയതിന് ശേഷം ഒരു അസറ്റിനെ നമ്മൾ വിളിക്കുന്ന ഡിഫറെന്റ് കാറ്റഗറീസ് ആണ് SMA 0, SMA 1, SMA 2. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. 30 ദിവസം വരെ SMA 0, 30 മുതൽ 60 വരെ SMA 1, 60 മുതൽ 90 വരെ SMA 2. ഓക്കെ, ഇവിടെ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. SMA 1, SMA 2, SMA 3 ആണെന്ന് വിചാരിക്കരുത്. SMA 0, SMA 1, SMA 2. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നേരത്തെ എക്സാമ്പിൾ നോക്കാം. ജൂൺ 1-ാം തീയതി ലോൺ ഡ്യൂ ആവുന്നു, റീപേയ്മെന്റ് ജൂൺ 1-ാം തീയതി തന്നെ അടയ്ക്കുന്നു. സ്റ്റാൻഡേർഡ് അസറ്റ്. റീപേയ്മെന്റ് അടയ്ക്കുന്നില്ല 30 ദിവസം വരെ, അതെന്താണ്? SMA 0. 30 മുതൽ 60 ദിവസം വരെ SMA 1. 60 മുതൽ 90 ദിവസം വരെ SMA 2. 90 ദിവസം കഴിഞ്ഞാൽ അത് NPA ആയി. NPA ആയതിനു ശേഷം 12 മാസം വരെ സബ്സ്റ്റാൻഡേർഡ്, 12 മാസത്തിന് ശേഷം ഡൗട്ട്ഫുൾ, ഡൗട്ട്ഫുൾ ആയതിനു ശേഷം 1 വർഷം വരെ D1, 1 മുതൽ 3 വർഷം വരെ D2, മോർ ദാൻ 3 years D3. ഓക്കെ, ദെൻ ലോസ് അസറ്റിൽ എന്തില്ല? പീരിയഡ് ഇല്ല. നെക്സ്റ്റ്, NPA ഇൻ കേസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അഗ്രികൾച്ചറൽ ലാൻഡിന്റെ കേസിൽ എങ്ങനെയാണ് നോൺ പെർഫോമിംഗ് അസറ്റ് വരുന്നത്? അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറയുമ്പോൾ കാർഷിക ഭൂമി. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ലോൺ എടുക്കുന്നത്? കൃഷി നടത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കൃഷി നടത്താൻ വേണ്ടിയിട്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് തിരിച്ചടയ്ക്കണം എന്നുണ്ടെങ്കിൽ വരുമാനം കിട്ടണം. ഫാമേഴ്സിന് വരുമാനം കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ഹാർവെസ്റ്റിംഗ് നടത്തണം, അല്ലെ? വിളവെടുപ്പിന് ശേഷമല്ലേ അവർക്ക് ഇൻകം കിട്ടുള്ളൂ. അപ്പൊ NPA ഇൻ കേസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറയുന്നത് 2 രീതിയിലാണ്. എന്ത് ക്രോപ്സ് ആണ്, എന്താണ് അവിടെ വിളവെടുപ്പ് നടത്തുന്നത്, അല്ലെങ്കിൽ എന്ത് പർട്ടിക്കുലർ ക്രോപ്പാണ് ഈ അഗ്രികൾച്ചറൽ ലാൻഡിൽ ഉള്ളത്, അതിന്റെ ബേസിലാണ് എന്ത് ചെയ്യുക? NPA നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് ആണെങ്കിൽ, ലോങ് ഡ്യൂറേഷൻ ക്രോപ്സിന് മുകളിലാണ് നമ്മൾ ലോൺ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് NPA ആഫ്റ്റർ 1 ക്രോപ്പ് സീസൺ. അപ്പൊ ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വർഷത്തിൽ ഒരു തവണ ഹാർവെസ്റ്റിംഗ് നടത്തുന്ന, ഓക്കെ, ഒരു തവണ വിളവെടുപ്പ് നടത്തുന്ന ടൈപ്പ് ഓഫ് ക്രോപ്പുകളെയാണ് നമ്മൾ എന്ത് പറയാം? ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് എന്ന് പറയാം. ഇങ്ങനെയാണെങ്കിൽ ഒരു ക്രോപ്പ് സീസണിന് ശേഷം, ഒരു വിളവെടുപ്പ് കഴിഞ്ഞാൽ തന്നെ റീപേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താവും? NPA ആവും. ഓക്കെ, രണ്ടാമത്തെ കേസ് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് ആണ്. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ 2 തവണ ഹാർവെസ്റ്റിംഗ് നടക്കുന്ന, 2 തവണ വിളവെടുപ്പ് നടക്കുന്ന ക്രോപ്സിനെയാണ് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് എന്ന് പറയാം. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സിന്റെ കേസിൽ 2 തവണ റീപേയ്മെന്റ്, ഒന്നും കൂടെ പറയാം കേട്ടോ,
2 തവണ വിളവെടുപ്പ് മുടങ്ങി കഴിഞ്ഞാലാണ് നമ്മൾ അതിനെ എന്ത് പറയാം, NPA എന്ന് പറയാം. ഓക്കെ, അപ്പം ശ്രദ്ധിച്ചു കേൾക്കുക. അഗ്രികൾച്ചറൽ ലാൻഡിന്റെ കേസിൽ 2 സിറ്റുവേഷൻ ആണ് ഉള്ളത്. ഓക്കെ, ഒന്നുകിൽ ആ ലാൻഡിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് ആയിരിക്കും. ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ദീർഘകാലമല്ലേ. അപ്പൊ ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു തവണയാണ് ഹാർവെസ്റ്റിംഗ് നടത്തുക. ഓക്കെ, വിളവെടുപ്പ് നടത്തുന്നത് വർഷത്തിൽ ഒരു തവണ. ഇതിനെയാണ് ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് എന്ന് പറയാം. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് എന്താ, വർഷത്തിൽ 2 തവണ വിളവെടുപ്പ് നടത്തുന്നതിനെയാണ് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ലോങ് ഡ്യൂറേഷൻ ക്രോപ്സിന്റെ കേസിൽ 1 ക്രോപ്പ് സീസൺ ആണ് വരിക. ഒരു ക്രോപ്പ് സീസൺ, ഒരു തവണ വിളവെടുപ്പ് നടക്കുന്ന സമയം കഴിഞ്ഞിട്ട് റീപേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താവും, NPA ആവും. ഓക്കെ, ഷോർട്ട് ഡ്യൂറേഷന്റെ കേസിൽ 2 തവണ വിളവെടുപ്പ് നടത്തിയിട്ട് റീപേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് NPA ആവും. ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഏത് ക്രോപ്പിന്റെ കേസ് ആണെങ്കിലും ഫാമറിന് കിട്ടുന്ന സമയം 1 വർഷമാണ്. ഓക്കെ, ഫാമറിന് ഈ ഒരു ലോണ് തിരിച്ചടയ്ക്കാൻ കിട്ടുന്ന സമയം 1 വർഷമാണ്. അപ്പോൾ വർഷത്തിൽ ഒരു തവണയാണ് വിളവെടുപ്പ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ക്രോപ്പ് സീസണേ സമയം കിട്ടുള്ളൂ. വർഷത്തിൽ 2 തവണ വിളവെടുപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, 6 മാസം കൂടുമ്പോഴാണ് എന്ത്, ഹാർവെസ്റ്റിംഗ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഹാർവെസ്റ്റ് ചെയ്താൽ പേയ്മെന്റ് ചെയ്യണം നിർബന്ധമില്ല. സെക്കൻഡ് ടൈമും കൂടെ ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം 2 തവണ കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക, ആ പെർട്ടിക്കുലർ അസറ്റ് NPA ആയിട്ട് മാറുക. മനസ്സിലായല്ലോ. അപ്പൊ ലോങ് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ വർഷത്തിൽ ഒറ്റ തവണയുള്ളൂ, അപ്പൊ ഒരു ക്രോപ്പ് സീസൺ ആണ് കിട്ടുക. ഷോർട്ട് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ വർഷത്തിൽ 2 തവണ ഹാർവെസ്റ്റിംഗ് ഉണ്ട്, അപ്പൊ 2 ക്രോപ്പ് സീസൺ വരെ അവർക്ക് എന്തിനു കിട്ടും, റീപേയ്മെന്റിന് സമയം കിട്ടും. ഓക്കെ, ഇതാണ് അഗ്രികൾച്ചറൽ ലാൻഡിന്റെ കേസിൽ വരുന്ന NPA. ഇപ്പൊ നമ്മൾ പറഞ്ഞത് കംപ്ലീറ്റ് എന്താണ്, നോൺ പെർഫോമിംഗ് അസറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സിലബസിൽ ജസ്റ്റ് സർഫാസി ആക്ട് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. സർഫാസി ആക്ട് ഉണ്ട്, പ്രുഡൻഷ്യൽ നോംസ് ഉണ്ട്, NPA പ്രൊവിഷൻസ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് NPA ഉണ്ട്, എന്താണ് നോൺ പെർഫോമിംഗ് അസറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സിലബസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കുറച്ച് മുൻപായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് സിലബസ് തന്നെയാണോ വരില്ലേ, പിന്നെയും കുറെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇപ്പോഴത്തെ PSCയുടെ എക്സാം പാറ്റേൺ നോക്കിക്കഴിഞ്ഞാലും ഇനി സിലബസ് നോക്കിക്കഴിഞ്ഞാലും മാർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സിലബസ് ആണ്. ഓക്കെ, അപ്പൊ ബാങ്കിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 10 മൊഡ്യൂൾസ് ഉള്ളത്, 4 മാർക്ക് വീതമുള്ള 10 മൊഡ്യൂൾ, ടോട്ടൽ 40 മാർക്കാണ് ഇതിൽ വരുന്നത്, ബാങ്കിങ്ങിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ റാങ്ക് നിർണ്ണയിക്കാൻ ഈ എക്സാമിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഏത് പോർഷനായിരിക്കും, ബാങ്കിങ് പോർഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബാങ്കിങ്ങിൽ അത്രയും വൈഡ് സിലബസ് ആണ് വന്നിട്ടുള്ളത്, 4 മാർക്ക് വീതമുള്ള മൊഡ്യൂളുകളാണ്. അപ്പോൾ ഈ മാർക്ക് അലോട്ട് ചെയ്തതുകൊണ്ട് തന്നെ സിലബസിനോട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലും എക്സ്പെക്ട് ചെയ്യേണ്ടത്. എപ്പോഴും 99% നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് സിലബസിൽ തന്നിട്ടുള്ള ടോപ്പിക്സിനാണ്. അപ്പൊ അതിൽ NPA അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ NPAയിൽ പറഞ്ഞത്. ഇനിയാണ് നമ്മൾ സർഫാസി ആക്ടിൽ എത്തുന്നത്. ഓക്കെ, അപ്പൊ സർഫാസി ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ, 2002 വന്നിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ആണ് സർഫാസി ആക്ട്. ഇറ്റ് മീൻസ് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് ലോങ് ഡ്യൂറേഷൻ ഒന്നുകൂടെ. ഓക്കെ, ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഡൗട്ട് വെച്ചുകൊണ്ട് ക്ലിയർ ചെയ്ത് തരാം. ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ദീർഘകാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് സമയം കൊണ്ടാണ് കൾട്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഹാർവെസ്റ്റിംഗ് ചെയ്യുന്നത്, വിളവെടുപ്പിന് ഒരുപാട് സമയം എടുക്കുന്ന ക്രോപ്സ്. ഓക്കെ, അപ്പൊ വർഷത്തിൽ ഒരു തവണയാണ് എന്ത് ചെയ്യുള്ളൂ, വിളവെടുപ്പ് നടക്കുകയുള്ളൂ. വർഷത്തിൽ ഒരു തവണയാണ് എന്ത് ചെയ്യുക, വിളവെടുപ്പ് നടക്കുന്നുണ്ടാവുക. അപ്പം ഒരു തവണ റീപേയ്മെന്റ് മുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു തവണ വിളവെടുപ്പ് എടുത്തതിന് ശേഷം റീപേയ്മെന്റ് മുടങ്ങിക്കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, NPA ആയിട്ട് മാറും. ഓക്കെ, ഷോർട്ട് ഡ്യൂറേഷൻ നോട്ട്സ്, ഷോർട്ട് ഡ്യൂറേഷന്റെ നോട്ട് ഇതാണ്. ഓക്കെ, ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ 2 തവണ ഹാർവെസ്റ്റിംഗ് നടത്തുന്നു. 2 തവണ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ 6 മന്ത് ആണ് സമയം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 6 മാസം കൂടുമ്പോൾ ഒരു വിളവെടുപ്പ്, 6 മാസം കൂടുമ്പോൾ നെക്സ്റ്റ് ഹാർവെസ്റ്റിംഗ്. അപ്പോൾ ഫസ്റ്റ് തവണ ഇപ്പൊ ജനുവരിയിൽ ലോൺ എടുത്തു, ജൂണിൽ ഹാർവെസ്റ്റിംഗ് നടന്നു, ജൂണിൽ റീപേയ്മെന്റ് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ അസറ്റ് NPA ആവില്ല. വീണ്ടും ഡിസംബറിൽ ഹാർവെസ്റ്റിംഗ് നടന്നു, അപ്പോഴും പേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ബിക്കംസ് NPA. ഓക്കെ, ഇതാണ് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സിന്റെ നോട്ട്സ് കേട്ടോ. നെക്സ്റ്റ് അപ്പോൾ സർഫാസി ആക്ട് ആണ് നമ്മൾ പറയുന്നത്. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. ഓക്കെ, വർഷം 2002. ഇറ്റ് ഈസ് ആൻ ഇഫക്റ്റീവ് ടൂൾ ഫോർ NPA റിക്കവറി. നോൺ പെർഫോമിംഗ് അസറ്റ്സിനെ ബാങ്കുകൾക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്
അവർക്ക് കിട്ടിയിട്ടുള്ളൊരു ഇഫക്റ്റ് അല്ലെങ്കിൽ അവർ വളരെ പവർഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇത് സർഫാസി ആക്ട്. ഓക്കെ, ഈ ആക്ട് വന്നിട്ടുള്ളത് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 21 ജൂൺ 2002. നമ്മൾ പല ആക്ടും പഠിക്കുമ്പോൾ പാസ്ഡ് ഇൻ ദ ഇയർ വേറൊരു വർഷമായിരിക്കും, കെയിം ഇൻ ടു ഫോഴ്സ് വേറൊരു വർഷമായിരിക്കും. ഫോർ എക്സാമ്പിൾ NI ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ 1881 ആണ്, കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1 മാർച്ച് 1882 ആണ്. ഓക്കെ, പക്ഷെ സർഫാസി ആക്ടിൽ വ്യത്യാസമില്ല, പാസ്ഡ് ഇൻ ദ ഇയറും 2002 ആണ്, കെയിം ഇൻ ടു ഫോഴ്സ് പ്രാബല്യത്തിൽ വന്നതും 2002 ആണ്. ഓക്കെ, സോ ദ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 21 ജൂൺ 2002. എന്താണ് സർഫാസി ആക്ട് എന്ന് പറഞ്ഞാൽ? ദ ആക്ട് it is a law that allows Indian banks and financial institutions to sell or auction the properties of credit defaulters without any intervention of court. ഓക്കെ, അവിടെ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ നിങ്ങൾ നോക്കണ്ട. സർഫാസി ആക്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ബാങ്കുകൾക്ക് അവരുടെ ബോറോവേഴ്സിന്റെ കയ്യിൽ നിന്നും കിട്ടാനുള്ള റീപേയ്മെന്റ് മുടങ്ങിക്കഴിഞ്ഞാൽ കോടതി ഇടപെടൽ ഇല്ലാണ്ട് അവരുടെ പ്രോപ്പർട്ടി സീസ് ചെയ്തെടുക്കാനുള്ള, ജപ്തി ചെയ്തെടുക്കാനുള്ള റൈറ്റ് ആണ് ഇതിൽ വരുന്നത്, സർഫാസി ആക്ടിൽ വരുന്നത്. ഓക്കെ, അപ്പൊ സർഫാസി ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇഫക്റ്റീവ് ടൂൾ ഫോർ NPA റിക്കവറി. ആക്ട് നിലവിൽ വന്നത് 21 ജൂൺ 2002 എന്താണ് ഈ ആക്ടിൽ പറയുന്നത്? കോടതി ഇടപെടൽ ഇല്ലാണ്ട് ബാങ്കുകൾക്ക് അവരുടെ NPA നോൺ പെർഫോമിംഗ് അസറ്റ്സ് തിരിച്ചു പിടിക്കാനുള്ള ഒരു റൈറ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ റൈറ്റിൽ നമ്മൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ റൈറ്റ് ടു സീസ് ആൻഡ് ഡെസിസ്റ്റ്. ഓക്കെ, ഈ ഒരു ആക്ട് എനാക്ട് ചെയ്തത് 17 ഡിസംബർ 2002 ആണ് ബൈ ഇന്ത്യൻ പാർലമെന്റ്. യൂഷ്വലി ഇത് ചോദിക്കാറില്ല, കെയിം ഇൻ ടു ഫോഴ്സ് ആണ് ചോദിക്കാറ്. ഓക്കെ, പക്ഷെ നമുക്ക് ഇൻ കേസ് സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് ദ ആക്ട് വാസ് എനാക്റ്റഡ് ഓൺ 17 ഡിസംബർ 2002 ബൈ ഇന്ത്യൻ പാർലമെന്റ്. ഓക്കെ, ദെൻ ദ ആക്ട് ഈസ് അപ്ലിക്കബിൾ ടു ഹോൾ ഓഫ് ഇന്ത്യ. എപ്പോഴും ഒരു ആക്ട് വരുന്ന സമയത്ത് ആക്ട് റിലേറ്റഡ് ആയിട്ട് പറയുന്ന ഒരു പോയിന്റ് ആണ് ഇങ്ങോട്ടൊക്കെ ഈ പെർട്ടിക്കുലർ ആക്ട് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ചിലതിൽ നമ്മൾ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയും. അപ്പൊ ഇവിടെ അങ്ങനെ ഒന്നുമില്ല, ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഹോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യ ഒട്ടുക്കും ഈ ഒരു ആക്ട് ബാധകമാണ്. ദ ആക്ട് വാസ് റെക്കമെൻഡഡ് ബൈ നരസിംഹം കമ്മിറ്റി 1 and 2 ആൻഡ് അന്ത്യാർജുന കമ്മിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. ദ ആക്ട് ഗിവ്സ് ദ പവർ, ബാങ്കുകൾക്ക് ഈ ഒരു ആക്ട് എന്തിനുള്ള പവർ ആണ് കൊടുക്കുന്നത്? ദ പവർ ഓഫ് സീസ് ആൻഡ് ഡെസിസ്റ്റ്. ഓക്കെ, സീസ് എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കാം. ഓക്കെ, സീസ് മീൻസ് പിടിച്ചെടുക്കാം. ഡെസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റോപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ ബിൽഡിംഗ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലോൺ എടുത്തു. ഓക്കെ, ഈ സമയത്ത് സർഫാസി ആക്ട് അപ്ലിക്കബിൾ എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ബിൽഡിംഗ്, ആ പ്രോപ്പർട്ടി സീസ് ചെയ്തെടുക്കാനുള്ള, പിടിച്ചെടുക്കാനുള്ള റൈറ്റും ജപ്തി ചെയ്തെടുക്കാനുള്ള റൈറ്റും, അതോടൊപ്പം ഡെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണോ നടക്കുന്നത് ആ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റും. ഓക്കെ, അപ്പൊ പിടിച്ചെടുത്തിട്ട് അവിടെ ആ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടിയിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് നടക്കുന്നു ആ ആക്ടിവിറ്റീസ് സ്റ്റോപ്പ് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? സീസ് ആൻഡ് ഡെസിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, then the borrower must discharge his liabilities within a period of 60 days from the issue of notice. ബാങ്ക് എന്ത് ചെയ്യില്ല? അറിയിക്കാണ്ട് സീസ് ചെയ്യില്ല. ബാങ്ക് ബോറോവറിന് ഒരു നോട്ടീസ് അയക്കും. ഓക്കെ, നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ 60 ദിവസത്തിനകം ബോറോവർ അടയ്ക്കാനുള്ള എമൗണ്ട് തിരിച്ചടച്ചിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും? സീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നമുക്കിപ്പോ ഈ ആക്ട് വന്നത് 2002 2002 ഈ നിയമം വന്നത്. നമ്മൾ പറയുന്നു കോടതി ഇടപെടലില്ലാണ്ട് ബാങ്കുകൾക്ക് സീസ് ചെയ്യാനുള്ള റൈറ്റ് ആണ് കിട്ടിയത്. അപ്പൊ 2002 മുൻപും ബാങ്കുകൾ ജപ്തി ചെയ്യാറുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ജപ്തി ചെയ്യാറുണ്ടായിരുന്നു. വ്യത്യാസം എന്താ? അന്ന് അവർക്ക് കോടതി ഇടപെടൽ ഉണ്ടായിരുന്നു. കോടതിയിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടണം? അപ്രൂവൽ കിട്ടണം. ഓക്കെ, അപ്പൊ ഒരുപാട് ഫോർമാലിറ്റീസ് ഉള്ളതുകൊണ്ട് വർഷങ്ങൾ ചിലപ്പോൾ ബാങ്കിന് എന്ത് ചെയ്യാൻ കഴിയില്ല? സീസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു സർഫാസി ആക്ട് പവർഫുൾ ടൂളാന്ന് പറയാനുള്ള കാരണം സീസ് എന്നുള്ള റൈറ്റ് ഉള്ളതുകൊണ്ടല്ല. സീസ് എന്നുള്ള റൈറ്റ് ബാങ്കുകൾക്ക് മുൻപേ ഉണ്ട്, വിത്തൗട്ട് ദ ഇന്റർവെൻഷൻ ഓഫ് കോർട്ട്. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്. വിത്തൗട്ട് ദ ഇന്റർവെൻഷൻ ഓഫ് കോർട്ട്, കോടതിയുടെ ഇടപെടൽ ഇല്ലാണ്ട് തന്നെ ബാങ്കുകൾക്ക് ഈ പ്രോപ്പർട്ടി സീസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ നോട്ടീസ് കിട്ടിയ 60 ദിവസം വരെയാണ് ബോറോവറിന് എന്ത് ചെയ്യുക? പേയ്മെന്റ് ചെയ്യാനുള്ള സമയം കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സർഫാസി ആക്ട് അപ്ലിക്കബിൾ അല്ലാത്ത കേസാണ്. സർഫാസി ആക്ട് എന്താ നമ്മൾ പറഞ്ഞു, സർഫാസി ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഇനി സർഫാസി ആക്ട് അപ്ലിക്കബിൾ അല്ലാത്തത്, ഇൻഅപ്ലിക്കബിലിറ്റി വരുന്നത് എപ്പോഴൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇഫ് ദ ലോൺ ഈസ് അൺസെക്യൂർഡ്. സർഫാസി ആക്ട് ഏതിൽ മാത്രമാണ് വരിക?
സെക്യൂർഡ് ലോണിൽ മാത്രം. നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയില്ലേ, പ്രോപ്പർട്ടി സീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു അണ്ടർലൈങ് അസറ്റ് വേണ്ടേ? അണ്ടർലൈങ് അസറ്റ് എവിടെ ഉണ്ടാവുള്ളൂ? സെക്യൂർഡ് ലോണിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അൺസെക്യൂർഡ് ലോണിനകത്ത് സർഫാസി ആക്ട് അപ്ലിക്കബിൾ അല്ല. ഓക്കെ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഇഫ് ദ സെക്യൂരിറ്റി ഈസ് ആൻ അഗ്രികൾച്ചറൽ ലാൻഡ്, ഒരു കാർഷിക ഭൂമിയാണെങ്കിൽ, നമ്മൾ നേരത്തെ അഗ്രികൾച്ചറൽ ലാൻഡിലെ NPA കേസ് പറഞ്ഞു. എങ്ങനെയാണ് NPA വരിക, എപ്പോഴാണ് NPA വരിക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അഗ്രികൾച്ചറൽ ലാൻഡ് ആണെങ്കിൽ സർഫാസി ആക്ട് അപ്ലിക്കബിൾ അല്ല. ഓക്കെ. അപ്പൊ കോടതിക്ക് ജപ്തി ചെയ്യാൻ പറ്റില്ല എന്നാണോ പറയുന്നത്? അതല്ല, കോടതിക്ക് സീസ് ചെയ്യാൻ കഴിയും, ഓൺലി വിത്ത് ദ ഇന്റർവെൻഷൻ ഓഫ് കോർട്ട്. കോടതി ഇടപെടലിലൂടെ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇൻഅപ്ലിക്കബിലിറ്റി ഒന്ന് വരുന്നത് അൺസെക്യൂർഡ് ലോൺ, രണ്ടാമത്തേത് അഗ്രികൾച്ചറൽ ലാൻഡ്. തേർഡ് വൺ, ഇഫ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഈസ് ബിലോ ₹1 lakh. ബോറോവർ അടയ്ക്കാനുള്ള എമൗണ്ട് 1,00,000 കുറവാണെങ്കിൽ, ഓക്കെ, 1,00,000 അതിൽ കുറവോ ആണെങ്കിൽ അപ്പോഴും സർഫാസി ആക്ട് അപ്ലിക്കബിൾ ആവില്ല. ഫോർത്ത് കേസ് ശ്രദ്ധിക്കാം, ഇഫ് ദ ഓവർ ഡ്യൂ എമൗണ്ട് ഈസ് 20% ഓർ ലെസ് ഓഫ് ദ ടോട്ടൽ എമൗണ്ട്. ഓക്കെ. അടയ്ക്കാനുള്ള എമൗണ്ടിന്റെ 20% മാത്രമേ ഇനി അടയ്ക്കാൻ പെൻഡിങ് ഉള്ളൂ എന്നുണ്ടെങ്കിലും സർഫാസി ആക്ട് അപ്ലിക്കബിൾ അല്ല. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സർഫാസി ആക്ട് അപ്ലിക്കബിൾ അല്ലാത്ത കേസാണ് പറയുന്നത്. ഒന്ന് അൺസെക്യൂർഡ് ലോൺ, രണ്ട് അഗ്രികൾച്ചറൽ ലാൻഡ്, മൂന്ന് സർഫാസി ആക്ട്. ഫസ്റ്റ് സ്ലൈഡോ? ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റ് കാണിച്ചാൽ പോരെ? ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എല്ലാ സ്ലൈഡും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നോട്ട്സ് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ? പറഞ്ഞാൽ മതി, എല്ലാ സ്ലൈഡും ഞാൻ കുറച്ച് സമയം കാണിച്ചു തരാം. ഇപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇൻഅപ്ലിക്കബിലിറ്റി, അഗ്രികൾച്ചറൽ ലാൻഡിന് കോർട്ട് ഇന്റർവെൻഷൻ ഉണ്ടോ? അതെ, അഗ്രികൾച്ചറൽ ലാൻഡിന് കോർട്ട് ഇന്റർവെൻഷൻ ഉണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സർഫാസി ആക്ട് അപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, ടോട്ടൽ എമൗണ്ടിന്റെ 20% മാത്രമേ അടയ്ക്കാനുള്ളൂ. അതായത് 80%മോ അതിൽ കൂടുതലോ നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ ദെൻ ഓൾസോ ദ ആക്ട് ഈസ് നോട്ട് അപ്ലിക്കബിൾ. ഓക്കെ. അപ്പൊ 4 കേസാണ് പറഞ്ഞത്, അൺസെക്യൂർഡ്, അഗ്രികൾച്ചറൽ, ദെൻ 1 lakh, 20%. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതിന് ആൻസർ പറഞ്ഞേ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് സർഫാസി ആക്ട് ഈസ് നോട്ട് അപ്ലിക്കബിൾ? ദ ഓവർ ഡ്യൂ എമൗണ്ട് ഈസ് ലെസ് ദാൻ 20% ഓഫ് ദ ലോൺ, 80% ഓഫ് ദ ലോൺ എമൗണ്ട് ഈസ് പെയ്ഡ്, ബോത്ത് A and B, നൺ ഓഫ് ദീസ്. ഇതിൽ ഏതിലാണ് സർഫാസി ആക്ട് അപ്ലിക്കബിൾ അല്ലാത്തത്? A, C, both. ഓക്കെ. ഇനി പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചു കേട്ടോളൂ. എയും ബിയും സിയും അല്ല ആൻസർ. ഓക്കെ. ആൻസർ ഡി ആണ്. ഓക്കെ. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ? ലാസ്റ്റ് പോയിന്റ് നോക്കാം. ഇഫ് ദ ഓവർ ഡ്യൂ എമൗണ്ട് ഈസ് 20% ഓർ ലെസ് ഓഫ് ദ, എന്തിന്റെയാ പറഞ്ഞിട്ടുള്ളത്? ടോട്ടൽ എമൗണ്ട്. ഓക്കെ. ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് 10 ലക്ഷത്തിന്റെ 80%, 8 ലക്ഷം അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സർഫാസി ആക്ട് ഇൻഅപ്ലിക്കബിൾ ആവില്ല. ഓക്കെ. അപ്പൊ ഓഫ് ദ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോഴാണ് നോട്ട് അപ്ലിക്കബിൾ എന്ന് പറയാ. ക്വസ്റ്റ്യനിൽ തന്നത് ലോൺ എമൗണ്ടാ. ഓക്കെ. ദ ഓവർ ഡ്യൂ എമൗണ്ട് ഈസ് ലെസ് ദാൻ 20% ഓഫ് ദ ലോൺ എമൗണ്ട്, 80% ഓഫ് ദ ലോൺ എമൗണ്ട് ഈസ് പെയ്ഡ്. അപ്പൊ ഈ രണ്ട് കേസിലും സർഫാസി ആക്ട് അപ്ലിക്കബിൾ ആണ്. ഓക്കെ. നോട്ട് അപ്ലിക്കബിൾ വരണമെന്നുണ്ടെങ്കിൽ എന്താവണം? ഓഫ് ദ ടോട്ടൽ എമൗണ്ട് എന്ന് പറയണം. അപ്പൊ പ്രിൻസിപ്പലും ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയിട്ട് കിട്ടുന്ന സംഖ്യയുടെ 80% അടച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 20%മേ പെൻഡിങ് ഉള്ളൂ എന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയാം? സർഫാസി ആക്ട് അപ്ലിക്കബിൾ അല്ല എന്ന് പറയാം. ഓക്കെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ മതി? ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് നോക്കാം, പ്രൊവിഷൻ ഫോർ NPA. പ്രൊവിഷൻ ഫോർ NPA സിലബസിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പൊ അക്കൗണ്ടിങ് പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ ക്രിയേറ്റഡ് ടു മീറ്റ് എ സ്പെസിഫിക് പർപ്പസ്. പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ള ഒരു നഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന തുകയാണ് എന്ത്? പ്രൊവിഷൻ. ഓക്കെ. അപ്പൊ പ്രൊവിഷൻസ് ഫോർ NPA എന്ന് പറയുന്നത് ഓരോ പെർട്ടിക്കുലർ നോൺ പെർഫോമിംഗ് അസറ്റിനും എത്ര ശതമാനമാണ് ബാങ്ക് പ്രൊവിഷൻ ആയിട്ട് മാറ്റിവെക്കുന്നത്. ഇതിൽ സ്റ്റാൻഡേർഡ് അസറ്റ് കാണില്ല. അപ്പൊ നമ്മൾ ടൈപ്സ് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് പറഞ്ഞു, സബ് സ്റ്റാൻഡേർഡ് പറഞ്ഞു, ഡൗട്ട്ഫുൾ പറഞ്ഞു, ലോസ് പറഞ്ഞു. ഓക്കെ. സ്റ്റാൻഡേർഡ് അസറ്റിന് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യില്ല. കാരണം എന്താ? സ്റ്റാൻഡേർഡ് അസറ്റ് ഒരു ലോസ് അല്ല.
പെർഫോമിംഗ് ആണ്, നോൺ പെർഫോമിംഗ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ സബ് സ്റ്റാൻഡേർഡ് മുതലാണ് നമ്മൾ പ്രൊവിഷൻസ് പറയുന്നത്. സെക്യൂർഡ് NPA ആണെങ്കിൽ സബ് സ്റ്റാൻഡേർഡ് 15%, D1 25%, D2 40%, D3യും ലോസ് അസറ്റും 100%. ഓക്കെ, ഇനി അൺസെക്യൂർഡ് NPA ആണെങ്കിൽ, അൺസെക്യൂർഡ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്താ സംഭവിക്കുക, സബ് സ്റ്റാൻഡേർഡ് 25%, ബാക്കി എല്ലാ കേസിലും 100%. ഈ പ്രൊവിഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സബ് സ്റ്റാൻഡേർഡ് അസറ്റ് സെക്യൂർഡ് 15%, അൺസെക്യൂർഡ് 25%, ഇങ്ങനെ പറഞ്ഞ് പഠിക്കരുത്. ഒന്ന് നിങ്ങൾക്ക് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ നിൽക്കില്ല, ആൻസർ വരുന്ന സമയത്ത് നമുക്ക് തെറ്റും, പിന്നെ വെറുതെ കുറെ സമയവും പോകും. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ജസ്റ്റ് ഈ നമ്പേഴ്സ് ഓർഡറിൽ പഠിക്കാം. 15, 25, 40, 100, 100. ഓക്കെ, 15, 25, 40, 100, 100. ഇതാണ് പ്രൊവിഷൻസ് എന്നുള്ളത്. ജസ്റ്റ് നമ്മളൊരു 10-15 തവണ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മൈൻഡിൽ നിൽക്കും. ഓക്കെ, അപ്പൊ ഒരു പെർട്ടിക്കുലർ അസറ്റിന്റെ ഒരു കാറ്റഗറിയുടെ പ്രൊവിഷൻ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ആലോചിച്ചാൽ മതി, അസറ്റ്സ് ഓർഡറിൽ നമുക്ക് കിട്ടുമല്ലോ. സബ് സ്റ്റാൻഡേർഡ് D1, D2, D3 ലോസ്. അപ്പൊ സബ് സ്റ്റാൻഡേർഡ് 15 ആണ്, D1 25 ആണ്, D2 40 ആണ്, D3 100 ആണ്, ലോസ് 100 ആണ്. ഇങ്ങനെ നമുക്ക് കിട്ടും. അൺസെക്യൂർഡ് പഠിക്കാൻ അതിനേക്കാൾ സുഖമാണ്. ജസ്റ്റ് സബ് സ്റ്റാൻഡേർഡിൽ മാത്രമേ 25% വരുന്നുള്ളൂ, ബാക്കി എല്ലാ കേസിലും എന്താണ് 100% ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയാണ് പ്രൊവിഷൻ ഫോർ NPA. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയും പെർസെൻറ്റേജ് ആണ് ഓരോ പെർട്ടിക്കുലർ അസറ്റിനും നമ്മൾ പ്രൊവിഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഏത് സ്ലൈഡ് നിങ്ങൾക്ക് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിലും കുറച്ച് സമയം ആ സ്ലൈഡ് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം ഇതിനു ശേഷം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. First question, as per the provisions of SARFAESI Act, if the borrower fails to comply with the notice, the bank may. എന്താണ് ചെയ്യാം? അതായത് ബോറോവർ നോട്ടീസ് കിട്ടിയിട്ടും പേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ പറഞ്ഞു 60 ദിവസം ബോറോവറിന് സമയമുണ്ട്. ഈ 60 ദിവസത്തിനകം പേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യാനാണ് പറ്റുക? സെക്യൂരിറ്റിയുടെ പൊസിഷൻ എടുക്കാം, കൈവശം എടുക്കാം. സെക്യൂരിറ്റി വിൽക്കുകയോ ലീസിന് കൊടുക്കുകയോ ചെയ്യാം. സെക്യൂരിറ്റി മാനേജ് ചെയ്യുകയോ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാൾ അപ്പോയിന്റ് ചെയ്യുകയോ ചെയ്യാം. സി. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്. ഈ പറയുന്ന 3 കാര്യങ്ങളും ആർക്ക് ചെയ്യാം? ബാങ്കറിന് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ഗേവ് ബർത്ത് ടു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി? അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്നത് ബാഡ് ബാങ്ക് ആണ്. ഓക്കെ, ബാഡ് ബാങ്ക് എന്താണ്, ARC എന്താണെന്നൊക്കെ ഇപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല. ബാഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ബാങ്കുകളുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ബാഡ് ലോൺസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ബാഡ് ബാങ്ക്. ഈ ബാഡ് ബാങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഒരുപാട് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ കമ്പനീസ് വന്നിട്ടുള്ളത് ഏത് ആക്ടിലൂടെയാണെന്നാണ് ചോദ്യം. ആൻസർ സർഫാസി ആക്ട് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ സർഫാസി ആക്ട് അല്ലേ പഠിച്ചേ, അപ്പൊ സർഫാസി ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇത് പറയൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? തന്നിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ്, ശരിയല്ലാത്തത്? After 12 months of overdue, an asset falls under D2 category. An asset becomes a loss asset when the amount is overdue for 3 years or more. All standard assets are performing assets. ഓക്കെ, D, B, A പലതും പറഞ്ഞിട്ടുണ്ട്. ആൻസർ ഏതാ വരാം? D ആണ് കേട്ടോ, D. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ ഒന്നുകിൽ പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് എന്നാവും അല്ലെങ്കിൽ ഇൻകറക്റ്റ് എന്നാവും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് തന്നെ ഏതാണോ പറഞ്ഞിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യോ റൗണ്ട് ചെയ്ത് വെക്കുന്നെങ്കിലും ചെയ്യാം, കറക്റ്റോ ഇൻകറക്റ്റോ എന്നുള്ളത്. അതിനുശേഷം സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ടിക്ക് ഇടാം, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുണ്ടെങ്കിൽ ക്രോസ് മാർക്ക് ഇടാം. എന്നിട്ട് അവസാനം എന്ത് ചെയ്താൽ മതി, കറക്റ്റോ ഇൻകറക്റ്റോ ആണ് ചോദ്യം എന്നുള്ളതിനനുസരിച്ചിട്ട് ഇതിൽ നിന്ന് ഓപ്ഷൻസ് എടുത്താൽ മതി. ഓക്കെ, നമ്മൾ ധൃതി പിടിച്ചിട്ട് പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയുന്ന ഉത്തരവും, പക്ഷെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് തെറ്റാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ അതും തെറ്റാണ്. നമ്മൾ പറഞ്ഞു ലോസ് അസറ്റിന് പെർട്ടിക്കുലർ പീരിയഡ് ഇല്ല. ഓക്കെ,
തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, എല്ലാ സ്റ്റാൻഡേർഡ് അസറ്റ്സും പെർഫോമിംഗ് അസറ്റ്സ് ആണ്. അപ്പൊ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ 1 and 2, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സർഫാസി ആക്ട് ആൻഡ് നോൺ പെർഫോമിംഗ് അസറ്റ്സിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ JCAയുടെ കോഴ്സ് സെപ്റ്റംബർ 5 വരെയാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ കേരള ബാങ്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കേരള ബാങ്കിന്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ദെൻ CSEB ഇപ്പം ഈ തിരക്കായതുകൊണ്ട് CSEB ഓഗസ്റ്റ് 25 തീയതിയിലുള്ള എക്സാമിലേക്ക് നമ്മൾ കോഴ്സ് നടത്തുന്നില്ല. അതിനുശേഷം CSEB എക്സാമും നമ്മൾ കോഴ്സ് നടത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സ് റിലേറ്റഡ് എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ്.